ഒരു പേജിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ URL ആണ് ആദ്യം ചെക്ക് ചെയ്യുക. ആ URLനകത്ത് നിന്ന് കിട്ടുന്ന ഹിൻഡ് എടുക്കും. ആ ഹിൻഡും ആ പേജിൻ്റെ ഹെഡ് സെഷനകത്തുള്ള SEO ടൈറ്റിലുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ SEO ടൈറ്റിലിനകത്ത് നിന്ന് ആ പേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള മതിയായിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഗൂഗിൾ എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ നോക്കുന്നത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗ് എന്ന് പറയുന്ന ടാഗാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. മെറ്റാ സ്പേസ് നെയിം ഈസ് ഈക്വൽ ടു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് ഡിസ്ക്രിപ്ഷൻ സ്പേസ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് നമ്മൾ എന്താണോ നമ്മളെ സൈറ്റിനെ പറ്റി പറയുന്ന ഡിസ്ക്രിപ്ഷൻ എന്നാണ് കൊടുക്കുക. ഞാൻ മെറ്റാ ഡിസ്ക്രിപ്ഷൻ്റെ സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻ ഇപ്പോൾ ഷെയർ ചെയ്യും കേട്ടോ, ഒരു സെക്കൻഡ്. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ സ്ക്രീൻ ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യണേ. ഇപ്പം എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഞാനിപ്പം ഇന്നലെ നമ്മളെടുത്ത അതേ വെബ്സൈറ്റ് ആയിട്ടുള്ള moz.com-നകത്താണ് നിൽക്കുന്നത്. ഈ സൈറ്റിനെ പറ്റി മനസ്സിലാക്കിക്കോ. ലോകത്തിലെ ഏറ്റവും വലിയ SEO കമ്മ്യൂണിറ്റിയാണ് moz.com. SEOമാരുടെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് moz.com. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള 1-2 ടൂളുകളും പിന്നെ SEO റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ബ്ലോഗ് പോസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യലും ഒരുപാട് SEOമാരുടെ ഒരു ഒത്തുചേരലും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് മോസ്. ഇതിൻ്റെ നേരത്തെ ഉള്ള പേര് SEO മോസ് എന്നായിരുന്നു. 2013 അവർ moz.com-ലേക്ക് മാറ്റി 1993 മുതൽ ആക്റ്റീവായിട്ടുള്ള വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു SEO റാൻ ഫിസ്കിൻ എന്ന് പറയുന്ന ആൾ സ്ഥാപിച്ചതാണ് ഈ moz.com. വളരെ വിഖ്യാതരായിട്ടുള്ള SEOമാരും ഇൻഡസ്ട്രിയൽ ലീഡേഴ്സും ഒക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻസ് നടത്താറുണ്ട്, ബ്ലോഗ് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അറിവും ഡിസ്കഷനും പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് പ്രധാനപ്പെട്ട ടൂളുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് moz.com. moz.com-നകത്ത് കാണിക്കുന്ന ഒരു ഒരു സ്കെയിലിംഗ് ഫാക്ടർ ആയിട്ടുള്ള പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റിയും നമ്മളെ വെബ്സൈറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നോക്കാനായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ടൂളുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് moz.com. അപ്പോൾ ഞാൻ moz.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൻ്റെ സോഴ്സ് എടുക്കുകയാണ്. നമുക്കറിയാം, Ctrl+U അടിച്ചു കഴിഞ്ഞാൽ പേജിൻ്റെ സോഴ്സ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പേജിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, വ്യൂ പേജ് സോഴ്സ് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പേജിൻ്റെ സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഹെഡ് സെഷനകത്ത് പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ ടൈറ്റിൽ എന്ന് പറയുന്ന പോർഷനെ പറ്റിയാണ് അല്ലേ. ടൈറ്റിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗ്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ഈ പേജിനകത്തുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെറ്റാ സ്പേസ് നെയിം ഈസ് ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ സ്പേസ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമ്മളെ വെബ്സൈറ്റിനെ പറ്റി നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ. നമ്മളെ വെബ്സൈറ്റ് എന്താണ്, എന്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, എന്താണ് പ്രത്യേകത എന്ന് കാണിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിന് ആ ഡിസ്ക്രിപ്ഷനെ അല്ലെങ്കിൽ ആ മെറ്റാ ടാഗിനെ ക്രോൾ ചെയ്ത് ആ മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷൻ കണ്ടന്റിനെ എടുത്ത് നമ്മളെ വെബ് പേജ് എന്തിനെ പറ്റിയുള്ളതാണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടും, അല്ലെങ്കിൽ ധാരണ എടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു പേജിൻ്റെ URL ക്രോൾ ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന ഹിൻഡും പിന്നെ ടൈറ്റിലിനകത്ത് കിട്ടുന്ന ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും ഒക്കെ മനസ്സിലാക്കി മെറ്റാ ഡിസ്ക്രിപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒത്തുവരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്മളെ പേജിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റയായിട്ട് അത് എടുക്കുകയും പിന്നെ ബോഡി പോർഷനകത്തുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും അതിനനുസരിച്ച് തന്നെയാണ് ബോഡി പോർഷനിലുള്ള കണ്ടന്റും ഡിസ്ക്രിപ്ഷനും H1 ടാഗുകളൊക്കെ ആണെങ്കിൽ ഇമേജിന് കൊടുക്കുന്ന ഓൾ ടാഗ് ഇതൊക്കെ ആണെങ്കിൽ പേജിനെ ഫൈനലൈസ് ചെയ്യാൻ പേജ് ഇന്നതിനെ പറ്റിയുള്ളതാണ്. ഓക്കെ, ഇതൊരു ജുവലറിയുടെ വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ വെബ്സൈറ്റ് ആണ്, അങ്ങനെ തരംതിരിച്ച് മനസ്സിലാക്കാൻ ഈ ഡേറ്റകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്, ഓൺ പേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന മെറ്റാ ടാഗുകൾ SEO ടൈറ്റിൽ, മെറ്റാ ടാഗ് ഇതൊക്കെ ഗൂഗിളിന് നമ്മളെ പേജിനെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് പാകമാകുന്ന രീതിയിൽ നമ്മളതിനെ മോഡിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന ഫോർമാറ്റ് മെറ്റാ സ്പേസ് നെയിം ഈസ് ഈക്വൽ ടു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് ഡിസ്ക്രിപ്ഷൻ സ്പേസ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് നമ്മൾ എന്താണോ എഴുതി കൊടുക്കുന്നത്, എന്താണോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതായിരിക്കും നമ്മളെ പേജിൻ്റെ മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് എടുക്കുക. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ ഇവിടെ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആകും മിക്കവാറും നമ്മളെ പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യുമ്പോൾ കാണിക്കുക. പക്ഷെ ഇത് തന്നെ കാണിക്കണമെന്ന് നിർബന്ധവും ഇല്ല.
നമ്മൾ ഇന്നലെ പഠിച്ചു വെച്ചിരിക്കുന്നതിനകത്ത് പേജിൻ്റെ സ്നിപ്പറ്റ്, ഗൂഗിളിനകത്ത് നമ്മൾ പേജ് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്ന സ്നിപ്പറ്റ് പോർഷനകത്ത് പേജിൻ്റെ ടൈറ്റിൽ കാണിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ കാണിക്കാതിരിക്കുന്ന സിറ്റുവേഷനും ഉണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ആ പേജിൻ്റെ കണ്ടന്റുമായിട്ട് ഒട്ടും മാച്ചിങ് അല്ല, റിലവൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യാം? ആ ടൈറ്റിലിനെ അപ്പാടെ അവഗണിക്കാം. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അത് പേജിൻ്റെ സ്നിപ്പറ്റിനകത്ത് ടൈറ്റിൽ പോർഷനകത്ത് കാണിക്കണം എന്നില്ല. അതേപോലെ തന്നെ ഒരു പേജിന് മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ആ പേജിൻ്റെ കണ്ടന്റുമായിട്ടോ പേജുമായിട്ടോ മാച്ച് ചെയ്യുന്നതല്ലെന്നുണ്ടെങ്കിൽ ഈ മെറ്റാ ഡിസ്ക്രിപ്ഷനും ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിനകത്ത് സ്നിപ്പറ്റിനകത്ത് കാണിക്കണമെന്ന് നിർബന്ധമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എത്ര നല്ല രീതിയിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എഴുതിയാലും പേജുമായിട്ട് ഗൂഗിൾ അത് കമ്പയർ ചെയ്യുമ്പോൾ പേജിൻ്റെ കണ്ടന്റുമായിട്ട് റിലവൻ്റ് അല്ലാതിരിക്കുന്നതായിട്ട് ഗൂഗിളിന് തോന്നിയാൽ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ വെബ് ക്രോളേഴ്സിന് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ആ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കാണിക്കണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പേജിൻ്റെ ബോഡി പോർഷനകത്തുള്ള ഏതെങ്കിലും ഒരു കണ്ടന്റാണ് ഗൂഗിൾ എടുക്കുക, മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് കാണിക്കാൻ വേണ്ടി എടുക്കുക. നമ്മൾ ഇവിടുത്തെ കേസിനകത്തൊന്ന് നോക്കാം. നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് മോസ് എന്ന് തന്നെ സെർച്ച് ചെയ്തു. ഓക്കെ, കണ്ടോ? ഇവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്ന പോർഷൻ കൃത്യമായിട്ട് ഗൂഗിൾ ഇവിടെ കാണിക്കുന്നില്ല. കണ്ടോ? സാധാരണഗതിയിൽ എന്താണ് കൊടുക്കേണ്ടത്? ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനാണ് അവിടെ കാണിക്കേണ്ടത്. എന്നാൽ അവിടെ അത് കാണിക്കുന്നില്ല. പകരം അങ്ങനെ കാണിക്കാതിരിക്കുന്ന കാരണങ്ങളുണ്ടാവും. പേജിൻ്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ പേജിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടന്റുമായിട്ട് ഒട്ടും സ്യൂട്ടബിൾ അല്ല, മാച്ച് ചെയ്യാത്ത സിറ്റുവേഷനൊക്കെ വരികയും പേജിനകത്ത് ആ കൊടുത്തേക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനേക്കാളും വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ റെലവൻ്റ് ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആ പേജിന് കുറച്ചുകൂടെ അത് കാണിച്ചിരിക്കണം. ഞാൻ കാണിച്ചുതരാം. പേജിന്റെ ബോഡി പോർഷനകത്തുള്ള ഏതെങ്കിലും കണ്ടന്റാണ് എടുക്കുക. ഏത് കണ്ടന്റ് എടുക്കുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ ഗൂഗിൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ പേജിൻ്റെ തുടക്കത്തിലുള്ള സെൻറ്റൻസ് അതിന് അനുയോജ്യമാണെങ്കിൽ അത് എടുക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പേജുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏത് കണ്ടന്റ് വേണമെങ്കിലും എടുക്കാം. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു ക്വസ്റ്റ്യനായിട്ട് ഞാൻ ചോദിക്കാം. ഒരു പേജിന് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിലോ കൊടുത്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ പേജിന് സ്വീകാര്യമല്ല, അല്ലെങ്കിൽ ഗൂഗിൾ ആ പേജിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ എടുത്തില്ലെങ്കിലോ പേജിനകത്ത് ബോഡി പോർഷനകത്തുള്ള ഏത് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും ഗൂഗിൾ എടുക്കാം. പക്ഷെ കൂടുതൽ സാധ്യത ഉള്ളത് പേജിൻ്റെ തുടക്കത്തിലുള്ള സെൻറ്റൻസ് ആണ്. ഈ കേസിൽ ഇവിടെ മോസിൻ്റെ കേസിനകത്ത് തുടക്കത്തിലുള്ള സെൻറ്റൻസ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കാണിച്ചുതരാം. ഇപ്പം നോക്കി, ഈ സെൻറ്റൻസ് വായിച്ചു നോക്കിയേ. ഇതാണ് ഇവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് എടുത്തേക്കുന്ന സെൻറ്റൻസ്. എന്താ? മോസ് പ്രോ ഈസ് ദി ഡു ഇറ്റ് ഓൾ SEO സൊല്യൂഷൻ ടു ഹെൽപ്പ് യു റാങ്ക് ഹയർ എന്ന് കൊടുത്തേക്കുന്ന ഈ സെൻറ്റൻസ് പേജിൻ്റെ ബോഡി പോർഷനകത്ത് എവിടെയെങ്കിലും വന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആ സെൻറ്റൻസ് വന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വീണ്ടും ഉറച്ചു നിൽക്കുകയാണ്. പേജിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇതാണ് എടുത്തേക്കുന്ന സെൻറ്റൻസ്. കണ്ടോ? ഈ സെൻറ്റൻസ് ആണ് മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് എടുത്തേക്കുന്നത്. അപ്പം അത്രയും മോസ് എന്നാണ് ഞാൻ സെർച്ച് ചെയ്തത്. ആ മോസ് എന്നുള്ള വാക്ക് ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ മോസ് എന്ന് പറയുന്ന വാക്കിൽ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ആ മോസ് ചേർത്ത് തന്നെ റിലവൻ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എടുത്തേക്കണേ. മോസ് എന്നുള്ള അവരുടെ ബ്രാൻഡ് നെയിം ഈ ഡിസ്ക്രിപ്ഷനകത്ത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത സെർച്ചിനനുസരിച്ച് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. എന്നാൽ അതിൻ്റെ മുകളിലൊക്കെ കുറച്ചുകൂടെ അനുയോജ്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ കണ്ടന്റ് ബ്രീഫ് പ്രൊവൈഡ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ റണ്ണിങ് കണ്ടന്റ്, പാരഗ്രാഫ് കണ്ടന്റ് ആണ് 99.9% എടുക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അവിടെയും സാധ്യതകൾ ഞാൻ നേരത്തെ പറഞ്ഞ 99.9 കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സാധ്യത ഉണ്ട് എടുക്കാതിരിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ എടുക്കാനുള്ള വേറെ സാധ്യത. ഇപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് മോസ് റീഡിസൈൻഡ് AI പവേർഡ് SI ടൂൾസ് ബിൽഡ് എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ മോസ് എന്നുള്ള വാക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടില്ല. മോസ് അണ്ടർസ്കോർ എന്താണ് അപ്പോസ്റ്റബി എസ് ആണ് കൊടുത്തത്, അല്ലെങ്കിൽ മോസ് സിംഗിൾ ഇൻവെർട്ടർ കോമ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അപ്പോസ്റ്റബി കഴിഞ്ഞ് എസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ മോസ് എന്നുള്ള സെർച്ചിന് അനുസരിച്ചുള്ള ഒരു സെൻറ്റൻസ് ആയി തുടക്കത്തിലുള്ള സെൻറ്റൻസും വന്നിട്ടില്ല. എന്നാൽ താഴെ വന്നിരിക്കുന്ന സെൻറ്റൻസ് കുറച്ച് മോസ് എന്നുള്ള ചേർത്ത് വന്നിരിക്കുന്ന കുറച്ചുകൂടെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ നിന്ന് എടുത്തേക്കുന്നത്. അതിനകത്ത് ഇതാണ് എടുത്തേക്കുന്നത്. അത് കൃത്യമായിട്ട് അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് റിസൾട്ടിനകത്ത് ഒരിക്കലും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ? അതിന് കറക്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മെറ്റാ ഡിസ്ക്രിപ്ഷനെ പറ്റിയാണ് നമ്മൾ പഠിച്ചു ഇറങ്ങുന്നത്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്താണ്, എങ്ങനെ എഴുതണം എന്നുള്ളതൊന്നും പറഞ്ഞില്ല.
അതിന് മുന്നോടിയായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു പേജിന് കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആണ് ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിനകത്ത് സ്നിപ്പറ്റിനകത്ത് ഡിസ്ക്രിപ്ഷനായിട്ട് കാണിക്കാറുള്ളത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ തന്നെ ഡിസ്ക്രിപ്ഷനായിട്ട് കാണിക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ പേജിന് റിലവൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ പേജിൻ്റെ ബോഡി പോർഷനകത്തുള്ള ഏതെങ്കിലും ഒരു കണ്ടന്റ് ആണ് എടുക്കാൻ സാധ്യതയുള്ളത്. അവിടെ ഫസ്റ്റ് സെൻറ്റൻസ്, പേജിൻ്റെ തുടക്കത്തിലുള്ള സെൻറ്റൻസ് തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന പേജിന് അനുസൃതമായിട്ടുള്ള സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ നമ്മളൊരു കോട്ടോ വല്ല ഗാന്ധിജിയുടെയോ അല്ലെങ്കിൽ വിഖ്യാതമായിട്ടുള്ള വ്യക്തികളുടെ കോട്ടൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. പേജിന് റിലവൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് തുടക്കത്തിൽ കാണിക്കുന്നതെങ്കിൽ അതെടുക്കാം. ഇനി രണ്ടാമത്തേത്, പേജിൻ്റെ ബോഡി പോർഷനകത്തുള്ള ഏത് കണ്ടന്റ് വേണമെങ്കിലും മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് എടുക്കാം. അത് നമ്മൾ കൊടുത്ത സെർച്ചിനും നമ്മൾ ഇൻറ്റൻഷനും അനുസരിച്ച് ഗൂഗിൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് പേജിനകത്ത് നിന്ന് എടുത്ത് കാണിക്കുക. ഇനി പേജിനകത്ത് ഈ ഡിസ്ക്രിപ്ഷനായിട്ട് കാണിക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു സെൻറ്റൻസ് പോലും ഇല്ലാത്ത സിറ്റുവേഷൻസ് വരാം. അല്ലെങ്കിൽ പേജിനകത്ത് ഒട്ടും കണ്ടന്റ് ഇല്ലാത്ത ഒരു പേജ് എങ്ങനെ ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനായിട്ട് എടുക്കാൻ സാധ്യതയുള്ള കണ്ടന്റ് ഒന്നും അവിടെ ഇല്ല. അവിടെ ചിലപ്പോൾ പേജിനകത്ത് കൊടുത്തിരിക്കുന്ന മെനുവിലുള്ള വാക്കുകളൊക്കെ എടുത്ത് കാണിക്കുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. അത് കുറച്ചുകൂടെ ദയനീയമായിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ ഒരിക്കലും പറയാം. ഒരു പേജിനകത്ത് നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വിട്ടുപോയാലോ പേജിൻ്റെ ബോഡി പോർഷനകത്തുള്ള കണ്ടന്റ്സ് എടുക്കുമ്പോൾ പേജിൻ്റെ തുടക്കത്തിലുള്ള സെൻറ്റൻസ് എടുക്കാൻ ചാൻസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അത് റിലവൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബോഡി പോർഷനകത്ത് താഴെ എവിടെയെങ്കിലും കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു 2 സെൻറ്റൻസ് അവിടെ നിന്ന് എടുത്ത് കാണിക്കാറാണ് പതിവ്. അങ്ങനെ കണ്ടന്റ് എടുക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പേജ് ആണെങ്കിൽ ഗൂഗിൾ ആ പേജിനകത്തുള്ള മെനുവിലൊക്കെ കൊടുത്തിരിക്കുന്ന എബൌട്ട് സർവീസ് എന്നൊക്കെ പറഞ്ഞ വാക്കുകളെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുന്ന രീതിയുണ്ട്. അത് ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. എന്നാൽ അങ്ങനെ കൊടുക്കാൻ പോലും വാക്കുകളില്ലാത്ത ചില പേജുകളിൽ പേജിൻ്റെ ബോഡി പോർഷനിലുള്ള കണ്ടന്റായിട്ട് ഒരു വാക്ക് പോലും അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ പോലും റിലവൻ്റായിട്ട് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ചിലപ്പോൾ പേജിൻ്റെ HTML കോഡുകൾ എടുത്ത് കാണിക്കുന്ന സിറ്റുവേഷനും വരാറുണ്ട്. അത് അതിദാരുണമായിട്ടുള്ള അല്ലെങ്കിൽ അതിദയനീയമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ശോകമായിട്ടുള്ള സിറ്റുവേഷൻ, പേജിൻ്റെ അകത്ത് കണ്ടന്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ചില വാക്കുകളൊക്കെ അവിടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കുറേ വാക്കുകളെല്ലാം കൂടെ എടുത്ത് ഡിസ്ക്രിപ്ഷൻ പോലെ കാണിക്കും. എന്നാൽ അങ്ങനെയും വാക്കുകളില്ലാത്ത സിറ്റുവേഷനിൽ പേജിൻ്റെ HTML കോഡുകൾ എടുത്ത് കാണിക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാകാറുണ്ട്. അത് അതിശോകമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. ചിലപ്പോൾ URL ഒക്കെ അടിക്കുമ്പോഴായിരിക്കും അങ്ങനെ കാണിക്കുക. ഇനി ഇതല്ലാതെ അവസ്ഥകളുണ്ട്. നമ്മളെ പേജിനെ പറ്റി ഏതെങ്കിലും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള വെബ്സൈറ്റുകളിൽ നമ്മളെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് വർത്തി എന്ന് പറയുമ്പം വിക്കിപീഡിയ അല്ലെങ്കിൽ വലിയ വിഖ്യാതമായിട്ടുള്ള ന്യൂസ് വെബ്സൈറ്റുകൾ, BBC പോലെയൊക്കെയുള്ള ന്യൂസ് വെബ്സൈറ്റുകൾ, അതേപോലെ തന്നെ നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റുകളിൽ, അവിടെ ഒരു പുതിയ ടേം വരെയാണ് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ്. ബിസിനസ് ഡയറക്ടറികൾ തന്നെയാണ് ഓപ്പൺ ഡയറക്ടറി. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു ബിസിനസ്സിനെ അതിനകത്ത് സബ്മിറ്റ് ചെയ്താൽ അതിന് അപ്രൂവൽ കൊടുക്കുന്നത് അവിടെ ഗേദർ ചെയ്യപ്പെടുന്ന വോളണ്ടിയേഴ്സാണ്. ആ വോളണ്ടിയേഴ്സാണ് അതിൻ്റെ അപ്രൂവൽ കൊടുക്കുക. അങ്ങനെ വോളണ്ടിയേഴ്സ് ബിസിനസ് സബ്മിഷനെ അപ്രൂവൽ ചെയ്യുന്ന ഡയറക്ടറികളെ പറയുന്ന പേരാണ് ഓപ്പൺ ഡയറക്ടറീസ്. അങ്ങനെ ഓപ്പൺ ഡയറക്ടറീസിനകത്ത് നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ഗൂഗിൾ നമ്മളെ പേജിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന രീതിയും ഗൂഗിളിനകത്തുണ്ട്. ഇപ്പം ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കട്ടിയായിട്ടുള്ളതാണ്. മനസ്സിലാക്കേണ്ടത്, നമ്മളെ വെബ്സൈറ്റിൻ്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ സ്വീകാര്യമാകാത്ത സിറ്റുവേഷനിലോ നമ്മളൊരു പേജിനകത്ത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ അപ്പാടെ കൊടുക്കാതിരിക്കുന്ന സിറ്റുവേഷനിലോ ഗൂഗിൾ പേജിൻ്റെ ബോഡി പോർഷനകത്തുള്ള ഏതെങ്കിലും കണ്ടന്റ് എടുക്കാനാണ് സാധ്യത. ഫസ്റ്റ് സെൻറ്റൻസുകൾ പേജിന് റിലവൻ്റ് ആണെങ്കിൽ എടുക്കാൻ സാധ്യത കൂടുതലായിരിക്കും. പേജിൻ്റെ ബോഡി പോർഷനകത്തുള്ള റിലവൻ്റ് ആയിട്ടുള്ള വേറെ സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ എടുക്കാം. ഇപ്പം നമ്മൾ മോസിനകത്ത് കണ്ടതുപോലെ അല്ലെ, മോസിനകത്ത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് അവർ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അപ്പാടെ അവഗണിച്ചിട്ട് പേജിന്റെ ബോഡി പോർഷനകത്തു നിന്നുള്ള ഒരു സെന്റൻസ് എടുത്തിരിക്കുകയാണ്. മോസ് എന്നുള്ള വാക്ക് ചേർന്ന് നയിക്കുന്ന ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് കൂടാഞ്ഞിട്ട് പേജിനകത്ത് അങ്ങനെ എടുക്കാൻ പോലും സെന്റൻസ് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഗൂഗിൾ എന്ത് ചെയ്യാറുണ്ട്, പേജിനകത്തുള്ള മെനുവിലൊക്കെ കൊടുത്തിരിക്കുന്ന വാക്കുകളൊക്കെ എടുക്കാറുണ്ട്. ആ വാക്കുകളെല്ലാം കൂടെ ചേർത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെയും ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ വിഖ്യാതമായിട്ടുള്ള കൂടുതൽ വിശ്വാസയോഗ്യതയുള്ള വിക്കിപീഡിയ പോലെയുള്ള സൈറ്റുകളിലോ അല്ലെങ്കിൽ വലിയ ന്യൂസ് വെബ്സൈറ്റുകൾ BBC ഒക്കെ പോലെയുള്ള യാഹൂ ന്യൂസ് അങ്ങനെയൊക്കെയുള്ള വിഖ്യാതമായിട്ടുള്ള ന്യൂസുകളിലൊക്കെ
നമ്മളെ വെബ്സൈറ്റിനെ പറ്റി അവിടെ മെൻഷൻ ചെയ്യുന്ന നമ്മളെ വെബ്സൈറ്റ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തിനെ പറ്റിയുള്ള വെബ്സൈറ്റ് ആണ് നമ്മളെ വെബ്സൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളെ വെബ്സൈറ്റിൻ്റെ സ്നിപ്പറ്റിനകത്ത് കാണിക്കുന്ന രീതി ഗൂഗിളിനുണ്ട്. ഇനി വേറൊരു സിറ്റുവേഷനാണ്, നമ്മളെ വെബ്സൈറ്റിന് മതിയായിട്ടുള്ള രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ഇല്ല, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇല്ല, എന്നാൽ നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് അവിടെ എഴുതി വെക്കണം. ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകളെ ലിസ്റ്റ് ചെയ്യുന്ന ഡയറക്ടറി. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഡയൽ ഈസ് എ ലോക്കൽ ഡയറക്ടറി, സൂം ഇൻഫോ അനദർ ഡയറക്ടറി, അതുപോലെ തന്നെ ഷൈൻ.com, ക്യുക്കർ.com, ഇതൊക്കെ ഡയറക്ടറീസ് ആണ്. QuickKerala.com, colon-connect.com, ഇങ്ങനെയൊക്കെയുള്ള ഡയറക്ടറികൾ ഒരുപാടുണ്ടാവും. അതിനകത്തൊക്കെ എന്തുണ്ടാകും? ബിസിനസ് ലിസ്റ്റിങ്ങുകൾ ഉണ്ടാവും. ജസ്റ്റ് അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ബിസിനസ്സുകളെ പറ്റിയൊക്കെ നമ്മൾ ജസ്റ്റ് അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് നമുക്ക് അതിനകത്ത് പബ്ലിഷ് ആക്കി വിസിബിൾ ആക്കാൻ പറ്റും. അപ്പം അങ്ങനെ ബിസിനസ്സുകളെ ലിസ്റ്റ് ചെയ്യുന്ന ഡയറക്ടറികളുണ്ട്. അതേപോലെ ഒരു ടൈപ്പ് ഡയറക്ടറിയാണ് ഓപ്പൺ ഡയറക്ടറി. എന്നാൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. സാധാരണ ബിസിനസ് ഡയറക്ടറികളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്മിഷൻ അവർ അപ്രൂവ് ചെയ്യും. ചിലപ്പോൾ ചില അപ്രൂവലൊക്കെ ചെയ്യുന്നത് പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ലൈക്ക് ഇപ്പം ശീതളിന്റെ ബിസിനസ്സിനെ പറ്റി ജസ്റ്റ് അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പിറ്റേന്ന് തന്നെ വിസിബിൾ ഒക്കെ ആകും, ജസ്റ്റ് അതിനകത്ത് കാണിച്ചു തുടങ്ങും. പക്ഷേ ജസ്റ്റ് അതിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അതിന്റെ പ്രീമിയം പാക്കേജ് എടുക്കുന്നുണ്ടോ, പെയ്ഡ് പാക്കേജ് എടുക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ മാസം അല്ലെങ്കിൽ വർഷം ഇത്ര രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും, കൂടുതൽ എൻക്വയറീസ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവർ ബിസിനസ് അടിസ്ഥാനത്തിൽ അവരുടെ വെബ്സൈറ്റിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ അതൊരു ബിസിനസ് ഡയറക്ടറിയാണ്. അതിനകത്ത് ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്യുക. എന്നാൽ ബിസിനസ്സുകളെ ലിസ്റ്റ് ചെയ്യുകയും പ്രോഫിറ്റ് മോട്ടീവായിട്ടോ ഇതുപോലെ പേയ്മെന്റ് കൊടുത്തോ നമുക്ക് ലിസ്റ്റ് ചെയ്യിക്കാൻ പറ്റാത്ത, എന്നാൽ ഓൾ ഇന്ത്യസ് കൺട്രോൾ ചെയ്യുന്ന, ഓൾ ഇന്ത്യസ് അപ്രൂവൽ കൊടുക്കുന്ന ഡയറക്ടറികളെയാണ് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റുകൾ എന്ന് പറയാം. ഇങ്ങനെയുള്ള ഡയറക്ടറികളുടെ പ്രത്യേകത, അതിനകത്ത് നമുക്ക് ബിസിനസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? അവിടെ വരുന്ന ഓൾ ഇന്ത്യസ് ആണ്. ഓൾ ഇന്ത്യസ് അപ്രൂവൽ കൊടുക്കുന്ന ഡയറക്ടറികളെയാണ് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ് എന്ന് പറയാം. അപ്പം ഓൾ ഇന്ത്യസ് അപ്രൂവൽ കൊടുക്കുന്ന ഡയറക്ടറികൾ ആയതുകൊണ്ട് അവയെ ഗൂഗിൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യാറുണ്ട്, വിശ്വസിക്കാറുണ്ട്. അപ്പം നമ്മളെ വെബ്സൈറ്റിനെ പറ്റി നമ്മളൊരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതിരിക്കുകയും മെറ്റാ ഡിസ്ക്രിപ്ഷൻ അനുയോജ്യമായിട്ടുള്ള സെന്റൻസ് ഒന്നും ഇല്ലാത്ത ദയനീയമായിട്ടുള്ള സിറ്റുവേഷൻ വരികയും, എന്നാൽ നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, ഓക്കെ ശീതൾ.com ഒരു ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്ററാണ്, കൊച്ചി അല്ലെങ്കിൽ എറണാകുളത്ത് വൈക്കത്തുള്ള ഡിജിറ്റൽ മാർക്കറ്ററാണ് ശീതൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് വിസിബിൾ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ ആ ഡിസ്ക്രിപ്ഷനെ അങ്ങനെ തന്നെ എടുത്ത് നമ്മളെ പേജ് ഇൻഡെക്സ് ചെയ്യുന്ന സ്നിപ്പറ്റിനകത്ത് എന്ത് കാണിക്കും? ഡിസ്ക്രിപ്ഷനായിട്ട് കാണിക്കുന്ന രീതിയുണ്ട്. ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പേജ് ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ കാണിക്കുന്ന ആ സമയത്ത് ആ സ്നിപ്പറ്റിനകത്ത് കാണിക്കുന്ന നമ്മളെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച് നമ്മളെ പേജിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ പേജിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനാണ് മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു പേജിനെ ഫസ്റ്റ് ടൈം ഓപ്റ്റിമൈസ് ചെയ്യുമ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡോ ആ കീവേഡിന് അനുസൃതമായിട്ടുള്ള ഒരു സിനോനിമോ കൊടുക്കുന്നത് നമുക്ക് SEOയ്ക്ക് വളരെ നല്ലതാണ്. രണ്ടാമത്തെ പോയിന്റ് ഒരിക്കലും പറയാം. നമ്മൾ പേജിനെ ആദ്യം ഫസ്റ്റ് ടൈം നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ആ പേജ് ഏത് കീവേഡിലാണോ നമുക്ക് റാങ്ക് ചെയ്യേണ്ടത്, അതായത് നമ്മളെ ഫോക്കസിങ് കീവേഡ് ഏതാണോ ആ കീവേഡ് അല്ലെങ്കിൽ ആ കീവേഡിന് അതേ അർത്ഥം വരുന്ന ഒരു സിനോനിം ഉപയോഗിച്ച്, സിനോനിം എന്ന് പറയുമ്പോൾ അറിയാലോ, അതേ അർത്ഥം വരുന്ന വേറെ വാക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ പേജിൻ്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ അനുചിതം. അങ്ങനെ നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ രൂപപ്പെടുത്തുന്നതാണ് അഡ്വൈസബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അവിടുത്തെ ഒരു സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കണം. നമ്മളെ പേജിൻ്റെ ടോപ്പിക്കിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പേജിന് റിലവൻ്റ് ആയിട്ടുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡിസ്ക്രിപ്ഷനെ മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ പേജ് ഒന്നിനെ പറ്റിയും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടാത്ത രീതിയിലുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളൊരു പേജിന് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മളെ പേജ് എന്തിനെ പറ്റിയുള്ളതാണോ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. കൂടാഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് തുടക്കത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസിങ് കീവേഡോ അല്ലെങ്കിൽ അതേ അർത്ഥം വരുന്ന ഒരു സിനോനിമോ ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മളെ റാങ്കിങ്ങിനും SEOയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്.
മെറ്റാ ഡിസ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിട്ട് ഗൂഗിൾ എടുക്കാറുണ്ട്. കൂടാതെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മളെ പേജ് ഇൻഡെക്സ് ചെയ്യുന്ന സ്നിപ്പറ്റിനകത്ത് കാണിക്കാറുണ്ട്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരുന്ന ഒരാൾ നമ്മളെ പേജിൽ എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മളെ പറ്റി വായിച്ച് നോക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് അത് എടുക്കുന്നത് കൊണ്ട് അവിടെ വളരെ ഭംഗിയായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ രൂപപ്പെടുത്തണം. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഒരു പേജിന്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ രൂപപ്പെടുത്തുമ്പോൾ അത് അട്രാക്റ്റീവും ഇംപ്രസീവ് ആകുന്ന രീതിയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഉൾപ്പെടുത്തിയാണ് ചെയ്യേണ്ടത്. നമ്മുടെ പേജിന് റിലവൻ്റ് ആയിരിക്കണം. ഇവിടെയും ക്യാരക്ടർ ലിമിറ്റേഷനും അതുപോലെ തന്നെ പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷനും ഒക്കെ ഉണ്ട്. എന്താണ് ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷന്റെ ക്യാരക്ടർ ലിമിറ്റേഷൻ എന്നും എത്രയാണ് അതിന്റെ പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ എന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോണേ. ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ എത്ര ക്യാരക്ടേഴ്സ് കൊടുക്കാം എന്നുള്ളത് ഇന്റർവ്യൂവിനൊക്കെ പോണ സമയത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. അവിടെ നമുക്ക് ആൻസർ പറയേണ്ട രീതി ഇതാണ്. ഇപ്പം സപ്പോസ് ശീതൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. ആ ഇന്റർവ്യൂവിന് ശീതളിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ശീതൾ നോൺ വെജ് ചെയ്യാൻ അറിയാമോ? അപ്പം ശീതൾ അത് ചെയ്യാൻ അറിയാം, ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷന് എത്ര ക്യാരക്ടേഴ്സ് കൊടുക്കാം എന്നുള്ള ക്വസ്റ്റ്യൻ. ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷന് എത്ര ക്യാരക്ടേഴ്സ് കൊടുക്കാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് പറയേണ്ട ആൻസർ ഇതാണ്. ഒരു പേജിനാണ് കൊടുക്കുന്നതെങ്കിൽ 155 to 160 ക്യാരക്ടേഴ്സ് വരെ കൊടുക്കാമെന്നും, എന്നാൽ ഒരു ബ്ലോഗ് പോസ്റ്റിനോ ആർട്ടിക്കിളിനോ ന്യൂസ് പോസ്റ്റിനോ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് 150 ക്യാരക്ടേഴ്സിനുള്ളിൽ ലിമിറ്റ് ചെയ്യണം എന്നുമാണ് പഠിച്ചു വയ്ക്കേണ്ടത്. പറയേണ്ടതും അങ്ങനെ തന്നെയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ എത്ര ക്യാരക്ടേഴ്സ് കൊടുക്കാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ആയിട്ട് പറയേണ്ടത് ഒരു പേജിനാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ, ഒരു വെബ്സൈറ്റിനകത്തുള്ള എബൌട്ട് പേജ്, സർവീസ് പേജ്, ഹോം പേജ്, കോണ്ടാക്ട് പേജ്, ഇങ്ങനെയുള്ള പല പേജുകളുണ്ടാവും. ആ പേജുകൾ, അങ്ങനെയുള്ള പേജുകൾക്കാണ് ഒരു സർവീസ് ഓഫർ ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കാണിക്കുന്ന ഒരു പേജ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ പേജ്. അപ്പോൾ അങ്ങനെയുള്ള പേജിനൊക്കെ നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ 155 to 160 വരെ കൊടുക്കാം. 155, 160 റേഞ്ചിൽ നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ക്യാരക്ടേഴ്സ് എവിടെ ഉപയോഗിക്കാം? മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് ഉപയോഗിക്കാം. ഇപ്പം നമ്മളൊരു ഭംഗിയുള്ളൊരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൺസിഡർ ചെയ്തപ്പോൾ 150 ക്യാരക്ടേഴ്സ് ആയപ്പോൾ തന്നെ സെന്റൻസ് കംപ്ലീറ്റ് ആയി. അത് മതി, കുഴപ്പമൊന്നുമില്ല. ഇനി 155 കൊടുക്കാം, 160ക്ക് അകത്ത് നമുക്ക് കൊടുക്കാം. എന്നാൽ ഒരു പേജിന് 155 to 160 ക്യാരക്ടേഴ്സ് കൊടുക്കാം എന്നതുപോലെ തന്നെ ഒരു ബ്ലോഗ് പോസ്റ്റോ ആർട്ടിക്കിൾ പോസ്റ്റോ ന്യൂസ് പോസ്റ്റോ, ഉദാഹരണത്തിന് ഇപ്പോൾ ശീതൾ.comനകത്ത് ഒരു പേജാണെങ്കിൽ ശീതൾ ഓഫർ ചെയ്യുന്ന SEO സർവീസ് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീലാൻസ് SEO സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു പേജിനകത്ത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ 155 to 160 വരെ കൊടുക്കുന്നത് പോലെ ശീതളിന്റെ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു ബ്ലോഗ് പോസ്റ്റിന് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ എത്ര ക്യാരക്ടേഴ്സേ കൊടുക്കാൻ പാടുള്ളൂ? 150 കൊടുക്കും. 150ക്കുള്ളിൽ അത് ലിമിറ്റ് ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടെ അവിടെ പഠിക്കാം കേട്ടോ. അപ്പം മെറ്റാ ഡിസ്ക്രിപ്ഷൻ എത്ര ക്യാരക്ടേഴ്സ് കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ സിമ്പിൾ ആണ്. ഒരു വെബ്സൈറ്റിന്റെ പേജിനാണ് കൊടുക്കുന്നതെങ്കിൽ 155 to 160 ക്യാരക്ടേഴ്സ് കൊടുക്കാമെന്നും, എന്നാൽ ബ്ലോഗ് പോസ്റ്റ്, ആർട്ടിക്കിൾ പോസ്റ്റ്, ന്യൂസ് പോസ്റ്റിനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 150ക്കുള്ളിൽ ലിമിറ്റ് ചെയ്യണമെന്നാണ് പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പം അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് പേജിന് ഇത്രയും കൊടുക്കുന്നത്, എന്തുകൊണ്ട് പോസ്റ്റിന് ഇത്രയേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത്. ക്ലിയർ ആയാലും ഇത്രയും? സാധാരണഗതിയിൽ പോസ്റ്റുകൾ, അതായത് ന്യൂസ് പോസ്റ്റ്, ആർട്ടിക്കിൾ, ബ്ലോഗ് പോസ്റ്റുകളൊക്കെ ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് വരുമ്പോൾ 99.9% അത് പബ്ലിഷ് ചെയ്ത ഡേറ്റ് കൂടെ ഡിസ്ക്രിപ്ഷനൊപ്പം കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ബ്ലോഗ് പോസ്റ്റ് കൊടുക്കുമ്പോൾ 150ക്കുള്ളിൽ ലിമിറ്റ് ചെയ്യാം. ഞാൻ 1-2 ഉദാഹരണം കാണിച്ചുതരാം. ഉദാഹരണത്തിന് SEO ടിപ്സ് 2025 കഴിഞ്ഞില്ലേ? ഓക്കെ, നമുക്ക് 26 എന്ന് അടിക്കാം. ഓക്കെ, വേർ ഇസ് മൈ 6? ഓക്കെ, SEO ടിപ്സ് 2026 എന്നാണ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തത് അല്ലേ? ആ സെർച്ച് റിസൾട്ടിനകത്ത് കാണിക്കുന്ന ബ്ലോഗ് പോസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഈ ബ്ലോഗ് പോസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ കാണിക്കുമ്പോൾ അത് പബ്ലിഷ് ചെയ്ത ഡേറ്റും ഒരു ഹൈഫനും കൂടെ കാണിക്കുന്നുണ്ടോ? ഇതൊരു ബ്ലോഗ് പോസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ബ്ലോഗ് പോസ്റ്റുകൾ ഇൻഡെക്സ് ചെയ്യുമ്പോൾ ഗൂഗിളിനകത്ത് സെർച്ച് റിസൾട്ടിനകത്ത് കാണിക്കുമ്പോൾ അത് ആ മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് എന്ത് കാണിക്കാൻ ചാൻസ് ഉണ്ട്? പേജിനകത്തുള്ള ആ പോസ്റ്റ് എന്നാണോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് കൂടെ അവിടെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ പോസ്റ്റിനോ പിന്നെന്തൊക്കെ ന്യൂസ് പോസ്റ്റ്, ആർട്ടിക്കിൾ പോസ്റ്റിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ
ഉറപ്പായിട്ടും അതിൻ്റെ മെറ്റാ ഡിസിഷൻ 150 ലിമിറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഉറപ്പായിട്ടും അത് അനുവർത്തിക്കുക. പിടിയിട്ടോ? അപ്പം ഇന്റർവ്യൂവിന് പോണ സമയത്ത് ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ എത്ര ക്യാരക്ടേഴ്സ് കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ആൻസർ ആയില്ലേ? പേജിനാണ് കൊടുക്കുന്നതെങ്കിൽ ഇനി ചിലപ്പോൾ നമ്മളിത് ചോദിക്കുന്ന ആളിന് ഇത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു അറിവ് ഉണ്ടാവണമെന്നില്ല, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡീപ്പ് ഇൻസൈറ്റ് ഉണ്ടാവണമെന്നില്ല. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എത്ര ക്യാരക്ടേഴ്സ് കൊടുക്കാമെന്നുള്ള. അപ്പം നമ്മൾ പറയുകയാണ് ഒരു പേജിനാണ് കൊടുക്കുന്നതെങ്കിൽ ഇത്ര കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലോഗ് പോസ്റ്റിനാണ് ഇത്രയും കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ പോസ്റ്റിന് ഇത്ര കൊടുക്കുന്നത്, പോസ്റ്റിന് ഇത്രയേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ആൻസർ നമുക്ക് ഉണ്ടാവണം. ക്ലിയർ ആയിക്കാണല്ലോ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷന്റെ ക്യാരക്ടർ ലിമിറ്റേഷനെ പറ്റി പഠിച്ചു. അതിന്റെ പിക്സൽ വിഡ്ത്തിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകണം. ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷന്റെ പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 1024 ആണ്. ടൈറ്റിലിന്റെ പിക്സൽ 1024 ആണ്. അപ്പം ടൈറ്റിലിന്റെ പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. എത്രയാണ്? 512 ആണ്. 512 ആണ്. അതിന്റെ നേരെ ഇരട്ടിയാണ് 1024, ഇല്ലേ? അപ്പം നമുക്ക് ടൈറ്റിലിന്റെ കാര്യത്തിനകത്ത് പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ 512 എന്നും, എന്നാൽ മെറ്റാ ഡിസ്ക്രിപ്ഷന്റെ പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 1024 എന്നും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ ഏത് ഉറക്കത്തിൽ നിന്ന് ആൾ വിളിച്ച് ഉണർത്തി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ റെഡി ആയിരിക്കണം. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബേസിക് കാര്യങ്ങൾ പോലും ഇന്റർവ്യൂവിന് ചോദിക്കുന്ന സമയത്ത് പറയാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പം അവിടെ സെലക്ട് ആവണമെന്നില്ല. നമുക്കിതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ ഒരു വിലയിരുത്താൻ, നമ്മളെ പറ്റിയുള്ള വിലയിരുത്തലാണല്ലോ ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനം. അപ്പം ആ വിലയിരുത്തലിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ടാകും. എന്നാൽ നമ്മളെ പ്രൊഫൈലും നമ്മളെന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റും ഇന്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കേണ്ടത് നമ്മളെ കൂടെ ആവശ്യമാണ്. ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ജോലിയിലേക്ക് നമ്മൾ ഒരു ലാവണത്തിലേക്ക് ഇരിക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ്. അത് നമുക്ക് പഠിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ, അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വിനിയോഗിച്ച് ആ സമയത്ത് അതിനെപ്പറ്റി മറുപടി പറഞ്ഞ ആൻസർ പറഞ്ഞു. ഇപ്പൊ ഇന്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അന്നേരം അതിനെപ്പറ്റി പറയാൻ പറ്റിയില്ല. പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ആലോചിച്ചു, അയ്യോ ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിയായിരുന്നു, അല്ലേ? നമ്മൾ എക്സാമിനൊക്കെ സ്ഥിരം സംഭവിക്കുന്നതാണ്. എക്സാം നടക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കാരണവും പ്രശ്നങ്ങൾ കാരണവും ചിലപ്പോൾ ക്വസ്റ്റ്യനൊക്കെ വായിച്ചു നോക്കിയിട്ട് അത് അയ്യോ എനിക്ക് അറിഞ്ഞൂടല്ലോ എന്നൊക്കെ വിചാരിക്കും. എന്നാൽ എക്സാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് അയ്യോ ഇതെനിക്ക് അറിയാവുന്ന ആൻസറാണ്, ദൈവമേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു 15 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് കളഞ്ഞു, അല്ലേ? അല്ലെങ്കിൽ പക്ഷെ അതിനെ നമ്മളൊരു ജോബുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരറിവ് ഉള്ളത് ചിലപ്പോൾ നമുക്ക് ഒരു ജോബ് സാധ്യത, നമ്മുടെ ജീവിതകാലം മുഴുവനും നല്ല രീതിയിൽ ഒരു ജോബിൽ ഇരിക്കേണ്ട ഒരു സാധ്യതയുടെ തുടക്കമായിരിക്കും അവിടെ നിന്ന് കിട്ടുക. ഒരു കമ്പനിയിൽ SEO ആയിട്ടോ ഡിജിറ്റൽ മാർക്കറ്ററായിട്ടോ ജോയിൻ ചെയ്ത് അവിടെ നമ്മളെ കഴിവ് തെളിയിച്ച് നമുക്ക് നല്ല റിസൾട്ടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ബേസിൽ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ അടുത്ത കമ്പനിയിലേക്ക് കയറി അങ്ങനെ പുതിയ പുതിയ കമ്പനികളിലേക്ക്, പുതിയ പുതിയ ലാഭങ്ങളിലേക്ക്, പുതിയ പുതിയ സാലറിയിലേക്കൊക്കെ നമ്മൾ മാറുമ്പോൾ ചിലപ്പം തുടർന്ന് കിട്ടുന്നത് നമുക്ക് നല്ലൊരു കരിയറായിരിക്കും. ആ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഒരു ഇൻഫിനിറ്റി കരിയർ ഗ്രോത്ത് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഗ്രോത്ത് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ കഴിവിനെയും നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളെയൊക്കെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് നല്ല അവസരം കിട്ടി, പക്ഷെ അവിടെ നമുക്ക് നമ്മളെ കഴിവ് തെളിയിക്കാൻ പറ്റിയില്ല. നല്ലൊരു ഇന്റർവ്യൂ കിട്ടി, അവിടെ പോയിട്ട് ഇതുപോലെ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു നിമിഷത്തിന്റെ ഇതിലായിരിക്കും നമുക്ക് കാര്യങ്ങൾ പോവുക. ഞാൻ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെടുത്തി വർക്ക് ചെയ്തത് 7 വർഷത്തോളം ആ സംഘടനയിൽ വർക്ക് ചെയ്യുകയും ആ സംഘടനയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുകയും പിന്നെ സംഘടനയുടെ മെയിൻ ഓഫീസിന്റെ കീഴിലുള്ള സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസിനകത്ത് വീണ്ടും 7 വർഷം വർക്ക് ചെയ്യുകയും ചെയ്തു. 7 വർഷം സംഘടനയിൽ പ്രവർത്തിച്ചു. പിന്നെ സംഘടനയുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിന്റെ കീഴിലുള്ള ഒരു ഓഫീസിൽ 2 വർഷം വർക്ക് ചെയ്തു. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ അതേ സെയിം സംഘടനയുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഓഫീസിൽ 7 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയി എന്നറിയാമോ ആ സംഘടനയുമായിട്ട് വന്നത്. എന്നാൽ ആ സംഘടനയിൽ പ്രധാനപ്പെട്ട ഒരു റോളിലേക്ക് ഒരു ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. അവർ പറഞ്ഞ റിട്ടേൺ എക്സാം പാസ്സായി. ഇന്റർവ്യൂവിൽ എത്തിയപ്പോഴത്തേക്ക്
ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് പറയാമായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പറയാത്തത് കൊണ്ട് ആ ജോബ് എനിക്ക് നഷ്ടപ്പെട്ടു. ആലോചിച്ച് നോക്കിയേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഘടന. ഞാൻ അതിനകത്ത് പ്രവർത്തിച്ച് എൻ്റെ കഴിവുകൾ തെളിയിച്ച് ഞാൻ ഉയർന്നു വന്ന ആളാണ്. പക്ഷെ ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിലും സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസിലും ഒക്കെ വർക്ക് ചെയ്ത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇപ്പം 7, 2, 9 വർഷം ഓഫീസിൽ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസും 7 വർഷത്തോളം ആ സംഘടനയിൽ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് ആ സംഘടനയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജോബ് പോസ്റ്റിലേക്ക് ഞാൻ ചെന്നപ്പോൾ ചോദിച്ച ഒരു ആൻസർ പറയേണ്ടിയിരുന്ന ഒരു ക്വസ്റ്റ്യൻ എനിക്ക് പറയാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ സംഘടനയിലുള്ള സ്റ്റേറ്റ് ലൈസൺ ഓഫീസറാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ആ സംഘടനയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു. ഇത്രയും വർഷം സംഘടനയിൽ വർക്ക് ചെയ്തിട്ടും സംഘടനയുടെ ഓഫീസിലും സംഘടനയുടെ ഭാഗമായിട്ട് ഓഫീസിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും സംഘടനയുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ആ ഓഫീസിന് ആവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ, അതായത് 7 വർഷത്തോളം കഠിനമായിട്ട് അതിനകത്ത് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കഴിഞ്ഞിട്ട് ഒരു ജോബ് പോസ്റ്റിലേക്ക് വന്നപ്പോൾ ആ സംഘടനയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആൻസർ കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല. എന്ത് ദാരുണമായിട്ടുള്ള അവസ്ഥ എന്ന് ആലോചിച്ച്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ആ സംഘടനയും കാര്യങ്ങളൊക്കെ വിട്ടോളൂ. സംഘടന എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതായിരുന്നു: പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ കമ്മ്യൂണിറ്റി സർവീസ് എന്നായിരുന്നു ആ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം അഥവാ ഒബ്ജക്റ്റീവ്. അതെനിക്ക് ആ സമയത്ത് പറയാൻ പറ്റിയില്ല. മനസ്സിലായോ? പറയാൻ പറ്റിയിരുന്നെങ്കിൽ ആ സംഘടനയിൽ എനിക്ക് നല്ലൊരു സ്ഥാനത്തിൽ ജോബ് റെഡി ആയനെ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, നമ്മൾ അതൊക്കെ വിടാം. അപ്പം അത്രയും കാലം വർക്ക് ചെയ്തിട്ടും എനിക്ക് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ പറയാൻ പറ്റാതെ പോയത് ഞാനത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടോ ഒരു ജോബിന് വേണ്ടിയിട്ടോ ആ സംഘടനയിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? പക്ഷേ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ജോബിന് കിട്ടാൻ വേണ്ടിയിട്ടും അതിൽ വർക്ക് ചെയ്ത് ഒരു കരിയർ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാവീണ്യവും അതിൻ്റെ നൈപുണ്യവും നേടുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർവ്യൂവിന് കൂടെ പ്രിപ്പയർ ചെയ്യണം. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനുകൾ, ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആൻസർ പറയും. എങ്ങനെ ആൻസർ പറഞ്ഞാൽ കുറച്ചുകൂടെ ഇമ്പ്രസീവ് ആയിരിക്കണം. ചിലപ്പം നമ്മൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന 10 പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ 10 പേരും ആൻസർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ പറയുന്ന ആൻസർ കുറച്ചുകൂടെ ഇമ്പ്രസീവ് ആകുമ്പോൾ, നമ്മളെന്ന് പറയുന്ന കാൻഡിഡേറ്റ് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും നമ്മൾ സെലക്ട് ആവുകയൊക്കെ ചെയ്യുക എന്നുള്ളതും ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനും പ്രാവീണ്യം നേടാനും ഒക്കെ അല്ലെങ്കിൽ കോൺഫിഡൻസ് നേടാനും ഒക്കെ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തിനും ശ്രമിക്കണം? ഇന്റർവ്യൂ എന്നുള്ള ഒരു കടമ്പ. ഇന്റർവ്യൂവിനാണ് നമ്മളെ അവർ നോക്കുക. ആ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഇന്റർവ്യൂ എങ്കിൽ അല്ലെങ്കിൽ അരമണിക്കൂർ ഇന്റർവ്യൂ എങ്കിൽ ആ അരമണിക്കൂറിനുള്ളിലാണ് നമ്മളെ അവർ വിലയിരുത്തുക, അല്ലേ? ആ വിലയിരുത്തലിൽ നമ്മൾ പെർഫോം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതും അവരെ ഇമ്പ്രസ് ചെയ്യുക, അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനുവേണ്ടി ഒരു സൈഡിൽ നിന്ന് വേറെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ കാണുമോ സർ? ചില കമ്പനിയിലൊക്കെ കാണും. ചില കമ്പനിയിൽ ഇപ്പം ഇതുപോലെ നെറ്റിലൊക്കെ നോക്കിയും അതും ഇതൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടി അവർ നല്ല പെർഫോമൻസ് ആയിരിക്കും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്? ചില കമ്പനികളിൽ ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയ ഒരാളിനെ എടുത്തു, പക്ഷെ അവർ വർക്കിലേക്ക് വന്ന ഇന്റർവ്യൂ ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. വർക്കിലേക്ക് വന്നപ്പോൾ ഒട്ടും പോരാ, ഒട്ടും കൊള്ളില്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ചതനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ വിചാരിച്ച രീതിയിലുള്ള ഒരു ഗുണം ആ വർക്ക് ചെയ്യുന്ന ആൾ വഴി കിട്ടിയില്ല, ആ കാൻഡിഡേറ്റ് വഴി കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ 2-3 അനുഭവം ഉണ്ടാകുമ്പോൾ കമ്പനികൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവർ ഇന്റർവ്യൂവിന്റെ ബേസിൽ മാത്രം എടുക്കാതെ അവർ എന്തെങ്കിലും ടെസ്റ്റ് നടത്തും. മെഷീൻ അങ്ങനെ ഉള്ള കമ്പനികളുണ്ട്. അവർ ടെസ്റ്റ് നടത്തി നോക്കാറുണ്ട്. ഒരു പേജിനടുത്ത് ഒപ്റ്റിമൈസ് ചെയ്ത് കാണിക്കാനോ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഉണ്ടാക്കി കാണിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺടെസ്റ്റ് പറഞ്ഞിട്ടോ ഇങ്ങനെ ഒരു കമ്പനിയെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും കോൺടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം 2-3 രീതിയിലൊക്കെ അത് മെഷീൻ ടെസ്റ്റ് ആയിട്ടൊക്കെ നടത്തി കൊടുക്കാറുണ്ട്. കൂടുതൽ ആൾക്കാരും ടെക്നിക്കലി ഇത് ചെയ്യാനുള്ള എന്തെങ്കിലും വർക്ക് തന്നിട്ട് അത് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ നമുക്കൊരു അധിക അഭിരുചി അല്ലെങ്കിൽ അധികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രാവീണ്യം ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയോ ഒക്കെ ചെയ്യുകയായിരിക്കും സാധാരണഗതി ചെയ്യുക. വളരെ കുറച്ച് കമ്പനികളെ
ഇന്റർവ്യൂവിനൊപ്പം തന്നെ ഇങ്ങനെ ടെസ്റ്റ് നടത്താറുള്ളൂ. അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് നേരത്തെ ഒരു ഇന്റർവ്യൂവിന്റെ ബേസിൽ മാത്രം എടുത്തിരിക്കുന്ന ആൾക്കാർ പെർഫോം ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ്. അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇത് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 100 കണക്കിന് സ്ഥാപനങ്ങൾ കൊച്ചിയിൽ തന്നെ ഉണ്ട്. മര്യാദയ്ക്ക് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ പഠിപ്പിച്ച് അവർക്ക് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പ്രാവീണ്യം കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു കോഴ്സ് എന്നുള്ള നിലയ്ക്ക് വ്യാവസായികമായിട്ട് കോഴ്സ് നടത്തൂലേ, അങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെ 90%-ലധികം. അപ്പം അങ്ങനെ വരുമ്പം പഠിക്കുന്ന ആൾക്കാർ ഒന്നാമത് കുറച്ച് ഉഴപ്പുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ പഠിക്കുന്നതെങ്കിൽ അവരിത് സീരിയസ് ആയിട്ട് എടുക്കൂല. അല്ലെങ്കിൽ വീട്ടുകാർ തള്ളിവിട്ട് ഫ്രണ്ട്സ് പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞൊക്കെ ഒരു കമ്പനി ഒരു കോഴ്സായിട്ട് ചെയ്യാം, ഒരു കോഴ്സ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ഇപ്പം ശ്രീധർ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പം ഒരാഴ്ച കൂടുതല ഇല്ലേ? എനിക്ക് തോന്നുന്നു 4-ാം തീയതിയാണെന്ന് ശീതളിന്റെ ക്ലാസ് തുടങ്ങി. കറക്റ്റാണ്? അത് 5-ാം തീയതി. 5-ാം തീയതി. 5-ാം തീയതി. അപ്പൊ 5-ാം തീയതി എന്ന് പറയുന്നത് ജനുവരി 5 ജനുവരി 5 ഒരു 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സാണ് എടുത്തേക്കണമെങ്കിൽ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7-ാമത്തെ മാസം ഫസ്റ്റ് വീക്കിൽ ഇന്റർവ്യൂവിന് പോകാൻ പറ്റും. ചിലപ്പോൾ 1-2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ശീതളിന് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇവിടെ വേക്കൻസി വരുമ്പോഴും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ പഠിച്ച് തീരാറൊക്കെ ആകുമ്പോഴത്തേക്ക് സോഫ്റ്റ്വെയറിൽ വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇവിടെ നമ്മൾ പഠിപ്പിച്ച ആൾക്കാരെയാണ് കൂടുതൽ എടുക്കാറ്. പഠിപ്പിക്കാത്ത ആൾക്കാരെ എടുക്കുമ്പോൾ നമുക്ക് അത്ര നല്ല റിസൾട്ട് കിട്ടാത്തത് കൊണ്ട്, പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് അറിയാലോ അവർ ഇന്ന രീതി വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ നമ്മളെ പ്രോജക്റ്റുകളിൽ നമ്മൾ എടുക്കുന്ന ക്ലയൻറ്റുകളുടെ വെബ്സൈറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാരെ തന്നെ എടുക്കാറുണ്ട്. അപ്പം ശീതളിന്റെ ക്ലാസ് തീരാറാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും നോക്കാം. പിന്നെ ശീതളിന്റെ കാലിബർ അനുസരിച്ച് ഇൻഫോ പാർക്ക് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരത്തുള്ളൂ. നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, ഇന്റർവ്യൂവിനൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2, മാക്സിമം പോയാൽ 3 ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 6-ാമത്തെ മാസം നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് 7-ാമത്തെ മാസം പ്ലേസ്ഡ് ആകും. അതായത് നെക്സ്റ്റ് വരുന്ന 6 മാസത്തെ കോഴ്സ് ആണെങ്കിൽ നെക്സ്റ്റ് ജൂൺ, ജൂലൈ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിൽ ഇതേ സമയത്ത് വർക്ക് ചെയ്യുന്നത് പോലെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പൊ അന്ന് വർക്ക് ചെയ്യാണ്ടതിന്റെ ഒരു തയ്യാറെടുപ്പാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് മറന്നു പോവാതെ, അതിനകത്തുനിന്ന് വ്യതിചലിക്കാതെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങി വെച്ചിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും തുടരുക, പൂർണ്ണമാക്കുക അല്ലെങ്കിൽ പൂർത്തിയാക്കുക, തയ്യാറെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അത് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രാക്ടിക്കലും പ്രായോഗികമായിട്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആക്കുന്ന ഒരാളിന് ഇത് വലിയ എളുപ്പമുള്ളതാണ്. പഠിച്ച് നന്നായിട്ട് ചെയ്യാൻ കഴിവാർജിക്കുന്ന ഒരാളിന് സിമ്പിൾ ജോബാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO ഒക്കെ വളരെ സിമ്പിളാണ്. എന്നാൽ പഠിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം ഇത് ജോബൊക്കെ പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ നിന്ന് പഠിച്ചു, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഇന്റർവ്യൂവിന് ജോലി കിട്ടാൻ അധികം പാടൊന്നുമില്ല. പക്ഷെ ജോലി കിട്ടുന്നതല്ല സംഗതി. ജോലി കിട്ടിയിട്ട് ആ ജോലി കൃത്യമായിട്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി അവിടെ നിന്ന് വിളിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കുക. ആ കരിയറിൽ നിങ്ങൾ ശോഭിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ശോഭിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ഒപ്പം തന്നെ ഇത് കരിയറായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് തന്നെ അപ്പം ബിൽഡ് ചെയ്ത് പോയാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ ഒരു 6 മാസം എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു കമ്പനി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 1 വർഷം എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു കമ്പനി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഫോ പാർക്ക് പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ, നല്ല സ്ഥലങ്ങളിലേക്ക് മാറണമെങ്കിൽ, അതായത് ബാംഗ്ലൂരിലേക്ക് മാറണമെങ്കിലോ ഇനി വിദേശത്ത് എവിടെയെങ്കിലും ജോലി നോക്കണമെങ്കിലോ ഒക്കെ നല്ല സാധ്യതയാണുള്ളത്. ബാംഗ്ലൂർ തുടക്കക്കാർക്ക് തന്നെ ഒരു 25-30 സാലറി കിട്ടാറുണ്ട്. അപ്പോൾ ബാംഗ്ലൂരത്തെ വർക്ക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിരിക്കും. അത്രയും കഴിവുള്ള ആളുമൊക്കെ ആയിരിക്കണം. നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിലാണ് ബാംഗ്ലൂരിലുള്ള കമ്പനികളിലൊക്കെ ഇത് കിട്ടുക. അവർ ഡീറ്റെയിൽ ആയിട്ട് ഇന്റർവ്യൂ നടത്തും. അതിനൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ജോബ് കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടല്ല. ഇവിടെ തുടക്കത്തിൽ ഒരു 10, 12, 15 റേഞ്ചിൽ സാലറി കിട്ടാറുണ്ട്. അത് കഴിവനുസരിച്ചൊക്കെ കമ്പനി അനുസരിച്ചൊക്കെ സാലറിയിൽ വ്യത്യാസം വരും. ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ ഒരു 12,000 രൂപയ്ക്ക് കയറി കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ ഒരു 15,000 രൂപയാവും. പിന്നെ ഒരു വർഷമാകുമ്പോൾ 18 ആവും. അടുത്ത വർഷമാകുമ്പോൾ 20 ആവും, 22 ആവും. അങ്ങനെ ഗ്രാജുവലി ഒരു വർഷം 2 വർഷം കഴിയുന്ന ആൾക്കാർക്ക് 25-30 സാലറിയിലൊക്കെ കൊച്ചി തന്നെ സാധ്യതയുണ്ട്. 2 വർഷമായ കഴിഞ്ഞ 2 അല്ല, ഇത് 3-ാമത്തെ വർഷം വർക്ക് ചെയ്യുന്ന ഒരാളിന് 50,000 വരെ സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട് ഇവിടെ. കഴിഞ്ഞ അങ്ങേ വർഷം ഇവിടെ പഠിച്ചിരുന്നത് ദേവിക,
ഇവിടെ ഒരു വർഷത്തോളം വർക്ക് ചെയ്തിട്ടാണ് പോയത്. പിന്നെ പുള്ളിക്കാരി ഇടയ്ക്ക് ഇൻഫോ പാർക്കിലോ ബാംഗ്ലൂർ ബേസ് ചെയ്തൊരു കമ്പനിയിൽ എന്തോ കുറച്ചാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത കമ്പനിയിൽ 50,000 സാലറി ഉണ്ട്. അതൊക്കെ ലക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കഴിവുള്ളത് കുറിച്ചാണ് അവർ നല്ലോണം പ്രയത്നിക്കും, നല്ലോണം വർക്ക് ചെയ്യും. ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്തും നല്ലോണം കഴിവ് തെളിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് സാലറി ഓട്ടോമാറ്റിക്കായിട്ട് കൂടിക്കോളും, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ കൊച്ചിയിലും 50, 60, 70 ഒക്കെ സാലറി മന്ത്ലി വാങ്ങിക്കുന്ന ആളുണ്ട്. 1,00,000 മുകളിൽ സാലറി വാങ്ങിക്കുന്ന ആൾക്കാർ കൊച്ചി തന്നെയുണ്ട്. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് തന്നെ ഉണ്ട്. പിന്നെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ് ഒരു സാലറി ഇപ്പോൾ ഒരു ദുബായിലൊക്കെ ബിഗിനേഴ്സായിട്ട് ദുബായി പോയാൽ അത്ര അഡ്വൈസബിൾ അല്ല. ഒരു 3 മാസം 6 മാസമൊക്കെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം ദുബായി പോയി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യത്തിന് ഒരു 3,000 ദിർഹമൊക്കെ കിട്ടും. അത് വലിയ സാലറി അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5,000, 6,000 അല്ലെങ്കിൽ 10,000 ദിർഹമൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരു വർഷത്തിനുള്ളിലൊക്കെ 10,000 ദിർഹത്തിലോട്ടൊക്കെ കയറിപ്പോയ ആൾക്കാരുണ്ട്. അത് എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഉണ്ട്. പിന്നെ വേറെ കൺട്രികളിലും ഇതിൻ്റെ സാധ്യതയുണ്ട്. ഗൾഫിലൊക്കെ ഒരുപാട് സാധ്യതയാണ് ഉള്ളത്. ഇൻഹൗസ് എസ്ഇഒമാരെയും ഡിജിറ്റൽ മാർക്കറ്റ് എസ്ഇഒക്കിനെ നിയമിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഗൾഫിലുള്ളത്. നേരത്തെയൊക്കെ ഒരു വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കൂടുതലും ഇൻഹൗസ് ആയിട്ട് ആൾ വയ്ക്കുന്ന രീതിയാണുള്ളത്. അപ്പം അത്രയ്ക്കും ജോബ് സാധ്യതയുണ്ട്. ദുബായ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഖത്തർ, സൗദി അറേബ്യയിലുണ്ട്. പിന്നെ ഗൾഫ് കൺട്രീസ് പോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലും ജോബ് വേക്കൻസി ഉണ്ട്, ഒരുപാട് വേക്കൻസികളുണ്ട്. പിന്നെ അവിടുത്തെ IELTS അങ്ങനെയുള്ള ഫോർമാലിറ്റി, അതിൻ്റെ എക്സാം പാസ്സാവൽ, അവിടുത്തെ വിസ പ്രോസസ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ UK-യിലും കാനഡയിലും പിന്നെ അയർലൻഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടേക്കുള്ള സാലറി വരുമ്പം എങ്ങനെ പോയാലും ഒരു 2-3 lakhs ആയിരിക്കും പെർ മന്ത് സാലറി വാങ്ങിക്കുക. അത് 4 ലക്ഷം 8 ലക്ഷം ഒക്കെ കടന്നൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും അങ്ങനെ ഒരു എയിം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ പഠിക്കുന്നതും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും പിന്നെ ലാംഗ്വേജും ക്വാളിറ്റിയുള്ള സംഗതികളൊക്കെ, പിന്നെ ഇതിനകത്ത് ടെക്നിക്കലി ചെയ്യാനുള്ള കഴിവ് ആർജിക്കുക. തുടക്കത്തിൽ ചിലപ്പം ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും എല്ലാ പുതു ജോലിക്ക് കയറണം. ശീതൾ ആൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ. പുതുതായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാ ജോബിനകത്തുള്ളതുപോലെയും ഇവിടെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ വർക്കിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കമ്പനികൾ നമ്മളെ പിടിച്ചു നിർത്തും, ഒരു സംശയം വേണ്ട. അങ്ങനെയാണ് ഇതിനകത്തുള്ള സിറ്റുവേഷൻ. പിന്നെ നമ്മൾ കമ്പനികളിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് അവിടെ ഉണ്ടാകും എന്നുള്ളതും ഒരു ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമ്മൾ കരിയർ ഗൈഡൻസിലോട്ട് പോയില്ലേ? ഓക്കെ, തിരിച്ചു വരാം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെറ്റാ ഡിസ്ക്രിപ്ഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ക്യാരക്ടർ ലിമിറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേജിനാണ് കൊടുക്കുന്നതെങ്കിൽ 155 to 160 ക്യാരക്ടേഴ്സ് കൊടുക്കാമെന്നും, എന്നാൽ ബ്ലോഗ് പോസ്റ്റ്, ആർട്ടിക്കിൾ പോസ്റ്റ്, ന്യൂസ് പോസ്റ്റ് പോലുള്ള പോസ്റ്റുകൾക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ 150-ക്കുള്ളിൽ ലിമിറ്റ് ചെയ്യണമെന്നാണ് പഠിച്ചത്. അതിൻ്റെ കാരണവും നമ്മൾ വിശദീകരിച്ചു അല്ലേ? എന്നാൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇടയ്ക്ക് പേജിനകത്തുള്ള മോഡിഫിക്കേഷനൊക്കെ നടത്തുന്നതോടൊപ്പം തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നല്ലതാണ്. മോഡിഫൈ ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കുകയോ ഇംപ്രസീവ് ആക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ SEO റാങ്കിങ്ങിനും നമ്മളെ പേജ് അപ് ടു ഡേറ്റ് ആക്കുന്നു എന്നുള്ള രീതിയിൽ ഗൂഗിളിന്റെ വിലയിരുത്തലിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണമെന്നാണോ? ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ശീതള് ഒരു പേജിനെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, അതിൻ്റെ ഓൺ പേജൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ഗൂഗിളിനകത്ത് അത് ഇൻഡെക്സ് ചെയ്ത് വന്നു. അപ്പം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആ പേജിനകത്ത് കുറച്ചുകൂടെ കണ്ടന്റ് മോഡിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു, റീഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്ത് ആ പേജിനകത്തുള്ള മോഡിഫിക്കേഷൻ നടത്തുന്നതോടൊപ്പം തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷനും മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ മോഡിഫൈ ചെയ്യുന്നത് കൊണ്ട്, ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ചെയ്തു, ഇന്ന് വൈകുന്നേരം ചെയ്യാം, ഉച്ചയ്ക്ക് ചെയ്യാം, അങ്ങനെയല്ല. ഒരു പീരിയോഡിക്കൽ. ഇപ്പം ഉദാഹരണത്തിന് നമ്മളെ പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഒരു 5ാമത്തെ പൊസിഷനിൽ ഇൻഡെക്സ് ചെയ്ത് കാണിച്ച് തുടങ്ങിയിട്ട് 1-2 ആഴ്ചയായി, വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒരിക്കൽ കൂടെയൊക്കെ ചിന്തിച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാമെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. അങ്ങനെ ഒരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴൊക്കെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനെ മോഡിഫൈ ചെയ്ത് കുളമാക്കലല്ല, കുറച്ചുകൂടെ ഇംപ്രസീവ് അട്രാക്റ്റീവ് ആക്കാൻ പറ്റുകയാണെങ്കിൽ, കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആക്കി അതിനെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റാങ്കിങ്ങിനകത്ത് അത് പ്രതിഫലിക്കും. പിടിയിട്ടോ?
ഓക്കെ. അപ്പം ഈ പേജിനകത്തുള്ള കണ്ടന്റോ സംഗതികളോ ഒക്കെ മാറ്റുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മെറ്റാ ഡിസ്ക്രിപ്ഷൻ മോഡിഫൈ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. അതുകൊണ്ട് രണ്ടുമൂന്ന് പ്രയോജനങ്ങളുണ്ട്. നിങ്ങൾ കണ്ടന്റ് മാറ്റിയതിന് ശേഷം ആ പേജ് വീണ്ടും ഗൂഗിൾ ക്രോൾ ചെയ്തോ ക്യാച്ച് ചെയ്തോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതെടുത്ത് പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ശീതൾ ഒരു പേജിനെ ഒപ്റ്റിമൈസ് ചെയ്തു, അത് ഗൂഗിളിനകത്ത് സബ്മിറ്റ് ചെയ്തു, 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇൻഡെക്സ് ചെയ്തു. ഓക്കെ, ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ശീതൾ എന്ത് ചെയ്തു, പേജിനകത്ത് കുറച്ചുകൂടെ കണ്ടന്റ്സ് ആഡ് ചെയ്തു, കണ്ടന്റിനെ കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്തു. അപ്പോൾ ശീതൾ എന്താ എക്സ്പെക്ട് ചെയ്യും? ഓക്കെ, ഇങ്ങനെ കണ്ടന്റ് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ കണ്ടന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ ഇതാക്കിയത് കൊണ്ട് ആ കണ്ടന്റിന്റെ റിച്ച്നെസ് കൊണ്ട് ശീതളിന്റെ പേജിന് ഒരു കുറച്ചുകൂടെ എങ്കിലും റാങ്കിങ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുമെന്നാണ് ശീതൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അത് കണ്ടന്റ് മോഡിഫൈ ചെയ്തതിന് ശേഷം ഗൂഗിൾ ആ പേജിനെ ക്രോൾ ചെയ്തോ ക്യാച്ച് ചെയ്തോ എന്നൊക്കെ നോക്കുമ്പോൾ ഗൂഗിളിനകത്ത് ആ പേജ് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്നതിനകത്ത് വലുതായിട്ട് മാറ്റമൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്തത് നിങ്ങൾ പഴയതുപോലെ തന്നെ സ്നിപ്പറ്റ് കാണിക്കുന്നു. എന്നാൽ ആ പേജിനകത്തുള്ള കണ്ടന്റ് മോഡിഫൈ ചെയ്തതിനൊപ്പം തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷനും മോഡിഫൈ ചെയ്താൽ ആ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ടിനകത്ത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ, എവിടെ സ്നിപ്പറ്റിനകത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഓക്കെ, ഞാൻ മോഡിഫിക്കേഷൻ നടത്തിയതിന് ശേഷം ഗൂഗിൾ ആ പേജിനെ പുതുതായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ക്രോൾ നടക്കുന്നത് റെഗുലറായിട്ട് നടക്കുന്നുണ്ടാവും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ 4-5 പ്രാവശ്യം ഒരു പേജിനൊക്കെ ഗൂഗിൾ ക്രോൾ ചെയ്യുന്നുണ്ടാവും. അത് ആ പേജിനകത്ത് കൂടുതൽ വിസിറ്റ് കിട്ടുമ്പോഴും ഇൻട്രാക്ഷൻ കിട്ടുമ്പോഴും ആ പേജിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്ക്സ് വേറെ വെബ് പേജുകളിൽ നിന്ന് വരുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോഴും അങ്ങനെ ഒരുപാട് ഇൻട്രാക്ഷൻ പേജുകളിൽ കിട്ടുന്നതനുസരിച്ച് ക്രോൾ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇഷ്ടംപോലെ ഒരു ദിവസം നടക്കുന്നുണ്ടാവും. പക്ഷെ ക്രോൾ ചെയ്ത് അതിൻ്റെ ഒരു പുതിയ ക്യാച്ച് എടുക്കുക എന്നുള്ളത് പേജിൻ്റെ മോഡിഫിക്കേഷനും കാര്യങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പേജിനകത്ത് കേട്ടില്ല, വല്ലതും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഓക്കെ, നമ്മളെ പേജിനകത്ത് നമ്മൾ വലുതായിട്ട് മോഡിഫിക്കേഷൻ നടത്തിയില്ല എന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ശീതളിൻ്റെ ഒരു പേജിനെ ഗൂഗിൾ ക്യാച്ച് ചെയ്തു. ഓക്കെ, ആ ക്യാച്ച് ചെയ്ത സ്ക്രീൻഷോട്ട് ആരുടെ കയ്യിലുണ്ട്? ഗൂഗിളിൻ്റെ ഡേറ്റാബേസിനകത്തുണ്ട്. എന്നാൽ ശീതളിൻ്റെ പേജിനെ നാളെ ഗൂഗിൾ ഒരിക്കൽ കൂടെ ക്രോൾ ചെയ്തു. പക്ഷേ ശീതളിൻ്റെ പേജ് നേരത്തെ ക്യാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ക്രീൻഷോട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ പുതിയ ക്യാച്ച് എടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ശീതൾ എന്ത് ചെയ്തു? അതിനകത്തുള്ള കുറച്ച് കണ്ടന്റ്സ് ഒക്കെ മാറ്റി ഒരു ഇമേജ് പുതുതായിട്ട് ആഡ് ചെയ്തു, മെറ്റാ ഡിസ്ക്രിപ്ഷൻ മോഡിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ അതിനെ ക്രോൾ ചെയ്തപ്പോൾ ഗൂഗിളിന് എന്ത് തോന്നി? അവരുടെ ഡേറ്റാബേസിനകത്തുള്ള സ്ക്രീൻഷോട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശീതളിന്റെ പേജിനെ പുതുതായിട്ട് ക്രോൾ ചെയ്ത് കിട്ടിയ ഡേറ്റ വ്യത്യസ്തമാണ്, മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും? പുതിയ ക്യാച്ച് എടുക്കാൻ സാധ്യത ഉണ്ടാകും. അപ്പം നമ്മളെ പേജിനെ ഗൂഗിൾ ക്രോൾ ചെയ്ത് ക്യാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ പുതുതായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനും നമ്മൾ മോഡിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് പേജിന്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ മാറ്റി കൊടുക്കുന്നത് കൊണ്ട് അറിയാൻ പറ്റും. പിടിയിട്ടോ? ഓക്കെ, അപ്പോൾ റെഗുലറായിട്ട് ചേഞ്ച് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും ഇംപ്രവൈസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അത് വളരെ ക്വിക്കായിട്ട് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 ആഴ്ച കൂടുമ്പോഴും 3 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലൊക്കെ നിങ്ങളുടെ പേജിൻ്റെ മോഡിഫിക്കേഷൻ വരുത്തുന്നതനുസരിച്ച് മെറ്റാ ഡിസ്ക്രിപ്ഷനും ഇംപ്രവൈസ് ചെയ്ത് വരുന്നത് വളരെ നല്ലതായിരിക്കും. മോഡിഫൈ ചെയ്ത് അതിനെ നേരത്തെക്കാളും മോശം റിസൾട്ടിലേക്ക് പോകാനും കാരണമായേക്കാം. നിങ്ങൾ ഉള്ള ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷനെ മോഡിഫൈ ചെയ്തപ്പോൾ പഴയതിനേക്കാളും ഇംപ്രസീവ്നെസ് കുറഞ്ഞാൽ ചിലപ്പോൾ ഉള്ള റാങ്കിങ് താഴ്പോട്ട് പോകാനും സാധ്യത ഉണ്ടെന്ന് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിടിയിട്ടോ? ഓക്കെ, അപ്പം മെറ്റാ ഡിസ്ക്രിപ്ഷനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാരക്ടർ ലിമിറ്റേഷൻ പറഞ്ഞു, പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ പറഞ്ഞു. പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ എത്രയാണ്? 1024. ഓക്കെ, ഇനി മെറ്റാ ഡിസ്ക്രിപ്ഷനും യുണീക്ക് ആയിരിക്കണം. ഒരു പേജിനകത്ത് നമ്മൾ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ അതേ വെബ്സൈറ്റിനകത്ത് തന്നെ വേറെ പേജിനകത്തോ അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റുകൾക്കുള്ളിലുള്ള ഒരു കണ്ടന്റോ ഒന്നും ഒരിക്കലും ആകാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യാം, പേജുകൾക്ക് നമ്മൾ കൊടുക്കുന്ന SEO ടൈറ്റിൽ പോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷനും യുണീക്ക് ആയിരിക്കണം. നമ്മൾ പേജിന് കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആ വെബ്സൈറ്റിനകത്ത് തന്നെയുള്ള വേറെ പേജുകളിൽ മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ മെറ്റാ ഡിസ്ക്രിപ്ഷനും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഗൂഗിൾ കാണിക്കും. ഇറ്റ്സ് എ ഡിഫക്റ്റ്. ഒരു പേജിനകത്ത് ടൈറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ വരുന്നതോ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഡ്യൂപ്ലിക്കേഷൻ വരുന്നതോ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞ ടൂൾ വഴി കാണിക്കാറുണ്ടായിരുന്നു. അപ്പം സെർച്ച് കൺസോൾ വഴി നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള ഒന്നിൽ കൂടുതൽ പേജുകൾ ഒരേ മെറ്റാ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ എന്ത് പറയും? മെറ്റാ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് കാണിക്കും, ഡിസ്ക്രിപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അതൊരു ഡിഫക്റ്റ് ആണ്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാണിക്കുന്ന പേജുകൾക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അത് ഡിമോട്ട് ചെയ്യപ്പെട്ടെന്നും വരാം. അപ്പം മെറ്റാ ഡിസ്ക്രിപ്ഷനുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
എന്നാൽ അവിടെ ഒരു പോയിന്റ് പ്രത്യേകം എഴുതി വെക്കേണ്ടത്, പേജിനകത്ത് കൊടുത്തേക്കുന്ന ഒരു സെന്റൻസ് ആകാം മെറ്റാ ഡിസ്ക്രിപ്ഷൻ. പേജിനകത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ഒരു സെന്റൻസിനെ നമ്മൾ കോപ്പി ചെയ്ത് മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്താൽ കുഴപ്പമില്ല. ആ പേജിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ, ഒരു പേജിന് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാത്ത സിറ്റുവേഷനിൽ പേജിന്റെ ബോഡി പോർഷനകത്തുള്ള ഏത് കണ്ടന്റ് വേണമെങ്കിലും ഗൂഗിൾ എടുത്ത് കാണിക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു പേജിന്റെ അതേ പേജിന്റെ തന്നെ ബോഡി പോർഷനകത്തുള്ള ഒന്നോ രണ്ടോ സെന്റൻസിനെ കോപ്പി ചെയ്ത് മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇങ്ങനെ പറയാം, പേജിനകത്തുള്ള ഒരു കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ ആകാം എന്ത് മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. പറഞ്ഞു നോക്കിയേ, പേജിന്റെ ബോഡി പോർഷനകത്തുള്ള ഡിസ്ക്രിപ്ഷൻ ബോഡി പോർഷനിലെ ഏതെങ്കിലും കണ്ടന്റ് ആവാം മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആകാമെന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പം ഒരു 5 പേജ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഒരു പേജിന് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ സമയം കിട്ടുന്നില്ല, എന്നാൽ പെട്ടെന്ന് തീർക്കുകയാണ്. അപ്പോൾ ആ പേജിനകത്തുള്ള കണ്ടന്റ് ഡിസ്ക്രിപ്ഷനുകളിൽ, അതിനകത്ത് ബോഡി പോർഷനകത്ത് വരുന്ന കണ്ടന്റുകളിൽ മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാൻ പറ്റിയ 2 സെന്റൻസ് സൂപ്പറായിട്ടുള്ള സെന്റൻസ് കിടപ്പുണ്ട്, ഏറ്റവും അനുയോജ്യമായിട്ട് സെന്റൻസ് കിടപ്പുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്ത് മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. വീഡിയോ. എന്നാൽ വേറൊരു പേജിനകത്തുള്ള കണ്ടന്റോ വേറൊരു പേജിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനോ ആകാൻ പാടില്ല. അയാൾ എന്ത് സംഭവിക്കും, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഡ്യൂപ്ലിക്കേഷൻ വരും. ഓക്കെ. എന്നാൽ ഇനി നമ്മൾ അവിടെ പഠിക്കുന്നത്, ഈ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാണിച്ചിരുന്ന സെർച്ച് കൺസോളിനകത്തുള്ള ആ ഒരു HTML ഇംപ്രൂവ്മെന്റ്സ്, HTML സജഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ പറയുന്ന ബാക്കി എറേഴ്സും കൂടെ ഞാനൊന്ന് പറയാം കേട്ടോ. സാധാരണയായിട്ട് കാണിക്കാറുള്ള എറേഴ്സ് 2 ഇതൊക്കെയാണ്. ടൈറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ എന്നൊരു എറർ കാണിക്കും. എന്താണ് എൻ്റെ അർത്ഥമാക്കുന്നത്, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പേജുകളിൽ ഒരേ ടൈറ്റിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം, ടൈറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ. അതേപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഡ്യൂപ്ലിക്കേഷൻ അഥവാ ഡിസ്ക്രിപ്ഷൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് കാണിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, ഒന്നിൽ കൂടുതൽ പേജുകളിൽ ഒരേ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കൊടുത്തുപോയി, അറിയാതെ വന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കാണിക്കാം. ഇതേപോലെ അതേ സ്ഥലത്ത് തന്നെ കാണിക്കുന്ന ബാക്കി എററുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ ടൈറ്റിൽ നീളം കൂടിപ്പോയാൽ അത് എററായിട്ട് കാണിക്കും. യുവർ ടൈറ്റിൽ ഈസ് ടു ലോങ് എന്ന് പറഞ്ഞ് കാണിക്കും. എഴുതി വെക്കേണ്ടതാണ്. HTML ഇംപ്രൂവ്മെന്റ്സ് സജഷൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗൂഗിൾ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൂഗിൾ കാണിക്കാറുള്ള എറേഴ്സ് ആണ്. ഒന്ന്, ടൈറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ ആണെങ്കിൽ എററായിട്ട് കാണിക്കും. മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാണിക്കും. ആ ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കാതെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ത് കാണിച്ചിരുന്നു, ആ പേജ് ഏതൊക്കെ പേജുകളിലാണ് ടൈറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വന്നതെന്ന് കാണിച്ചിരുന്നു, ഏതൊക്കെ പേജുകളിലാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റ്. സജഷൻസ് എങ്ങനെയായിരിക്കും കാണാൻ പറ്റുക? ഇപ്പൊ അത് സെർച്ച് കൺസോളിനകത്ത് കാണിക്കുന്നില്ല. സെർച്ച് കൺസോൾ കാണിച്ചിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്, സെർച്ച് കൺസോളിൽ കാണിച്ചിരുന്നതാണ്. അപ്പം കഴിവിന്റെ പരമാവധി അത് കാണിച്ചിരുന്നതായിരുന്നു. അതെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ പറയാം. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ടൂള് നേരത്തെ വെബ് മാസ്റ്റർ ടൂൾസ് എന്ന് പറഞ്ഞ ടൂൾസ് ആയിരുന്നു. അപ്പം ആ വെബ് മാസ്റ്റർ ടൂൾസിൽ നിന്ന് സെർച്ച് കൺസോളിലേക്ക് അവർ മാറിയപ്പോൾ, പുതിയ ടൂളാക്കി മാറ്റിയപ്പോൾ, അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ മാറ്റിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കുറേ ഓപ്ഷനുകളൊക്കെ ഒഴിവാക്കി. എന്നാൽ ഈ ഓപ്ഷൻ ഈ സെർച്ച് കൺസോളിനകത്തും വന്നിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് കാണാതായി. പക്ഷെ അത് നമ്മൾക്ക് ഒരു പഠിച്ചു വരുന്ന ആൾക്കാർ, അത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ അത് കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ടൈറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ ആകാം എന്നതിന് അർത്ഥമില്ല. കാരണം ടൈറ്റിൽ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആവരുതെന്നും മെറ്റാ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ഒക്കെ യൂണീക്ക് ആയിരിക്കണമെന്നും ഗൂഗിൾ എവിടെ തന്നെ പറയുന്നുണ്ട്, സ്റ്റാർട്ടർ ഗൈഡ് തൊട്ടേ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ടർ ഗൈഡ് ഫോളോ ചെയ്ത് തന്നെ പഠിച്ചു പോകേണ്ട സംഗതിയാണ്. അപ്പം HTML സജഷൻസ് ഇംപ്രൂവ്മെന്റ്സ് കാണിച്ചിരുന്ന സ്ഥലത്ത് ഗൂഗിൾ പറയുന്ന ബാക്കി 2 എറേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ ടൈറ്റിലിന്റെ ലെങ്ത് നീളം കൂടിപ്പോയി കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ 512 പിക്സൽ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ യുവർ ടൈറ്റിൽ ഈസ് ടു ലോങ് എന്ന് കാണിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ടൈറ്റിൽ 1-2 വാക്ക് ഉപയോഗിച്ച് വളരെ ഷോർട്ടായിട്ടുള്ള ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ യുവർ ടൈറ്റിൽ ഈസ് ടു ഷോർട്ട് എന്നും കാണിക്കും. ഇത് ഗൂഗിളിനകത്ത് കാണിച്ചിരുന്ന എററാണ്. പിന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ നിങ്ങളുടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നീളം കൂടി പോയാൽ, അതായത് 1024 പിക്സൽ കഴിഞ്ഞു പോയാൽ യുവർ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഈസ് ടു ലോങ് എന്നും കാണിക്കും. നിങ്ങളെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ തീരെ ചെറുതായി പോയി കഴിഞ്ഞാൽ യുവർ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഈസ് ടു ഷോർട്ട് എന്നും കാണിക്കും. ഉദാഹരണത്തിന് 3 വാക്കോ 4 വാക്കോ വെച്ചൊരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ രൂപീകരിച്ചു. അപ്പം ഗൂഗിൾ എന്ത് ചെയ്യും, ആ HTML ഇംപ്രൂവ്മെന്റ്സ് കാണിക്കുന്നിടത്ത് യുവർ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഈസ് ടു ഷോർട്ട് എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. പിന്നെ ഇറലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ലൈക്ക് കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ പോലുള്ള സംഗതികളും ഗൂഗിൾ കാണിക്കാറുണ്ട്. പക്ഷേ മിക്ക വെബ്സൈറ്റുകളിലും അത് റെയറായിട്ടേ കാണിച്ചിരുന്നുള്ളൂ എന്നുള്ളതും വസ്തുതയാണ്. നിങ്ങളുടെ പേജിനകത്ത് റിലവൻ്റ് അല്ലാത്ത കണ്ടന്റ് കാണിക്കുന്ന സിറ്റുവേഷനിലും ഗൂഗിൾ
നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളെ പേജ് നിങ്ങൾ ടൈറ്റിലൊക്കെ കൊടുത്തേക്കുന്നതും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തേക്കുന്നതും ഒരു സംഗതി വെച്ചിട്ടാണ്. എന്നാൽ അതിനകത്ത് എന്തെങ്കിലും ഡമ്മി കണ്ടന്റാണ് കിടക്കുന്നത്. പേജിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുള്ള ഡമ്മി കണ്ടന്റ്, ലോറം എപ്സോ എന്നൊക്കെ പറഞ്ഞ് ഡമ്മി കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഇറലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ ഗൂഗിള് ഈ സജഷൻ കാണിക്കുന്നിടത്ത് കാണിക്കും. കണ്ടന്റ് സിമിലാരിറ്റി, ഡ്യൂപ്ലിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഗൂഗിൾ കാണിക്കും. പക്ഷെ അത് വളരെ റെയറായിട്ട് കാണിക്കും. ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ് കൂടുതലും കാണിക്കാറുള്ളത്. കൂടുതൽ സൈറ്റുകളിലും അതാണ് കൂടുതൽ കാണിക്കാറുള്ളത്. പിന്നെ ഷോർട്ട് ആയിട്ടുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്താലോ ഷോർട്ട് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുത്താലോ യുവർ ടൈറ്റിൽ ഈസ് ടു ഷോർട്ട് ഓർ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഈസ് ടു ഷോർട്ട് എന്ന് കാണിക്കും. നീളം കൂടിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾ ടൈറ്റിൽ ഈസ് ടു ലോങ് എന്നും യുവർ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഈസ് ടു ലോങ് എന്നും കാണിക്കാറുണ്ട്. ഓക്കെ, ഇനി മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെടുത്തി സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും വരാൻ പാടില്ല. സ്നിപ്പറ്റിനകത്ത് കാണിക്കുന്നുണ്ട്. മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ ഗൂഗിൾ ആ ഡിസ്ക്രിപ്ഷൻ അപ്പാടെ തന്നെ അവഗണിക്കാറുണ്ട്. അതേപോലെ തന്നെ റിലവൻ്റ് അല്ലെങ്കിലും അവഗണിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ പേജിന് റിലവൻ്റ് ആയിരിക്കണം, പേജിനെ ടോപ്പിക്കിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം, ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഉൾപ്പെടുത്തി മെറ്റാ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതാണ് നല്ലത്. അത് മോഡിഫൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ക്യാരക്ടർ ലിമിറ്റേഷൻ, പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി പറഞ്ഞു. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനകത്തൊക്കെ ഇത് ചെയ്യുന്ന സമയത്തൊക്കെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതൊക്കെ. ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ. ശീതൾ, ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യാം. ശീതളിന്റെ ലാപ്പിലല്ലേ ജോയിൻ ചെയ്തേക്കണേ? അപ്പോൾ സ്ക്രീൻ പ്രസന്റ് ചെയ്തോ. ശീതളിന്റെ ബ്ലോഗിനകത്ത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇനേബിൾ ചെയ്യണതൊന്ന് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ പ്രസന്റ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രസന്റ് കൊടുത്തോ. സർ. ഹലോ. 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 ശീതള ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തോ. ഓക്കെ.
ശീതൾ കേൾക്കാമോ? ശീതൾ അയ്യോ പോയോ? ഓക്കെ ഓക്കെ ശീതൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഞാനേ ഇടയ്ക്ക് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന ഗ്രീഷ്മ മിസ്സിൻ്റെ അടുത്തൊന്ന് പോയിക്കായിരുന്നു. ഗ്രീഷ്മ മിസ് എന്തോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. പക്ഷെ ഞാൻ മെസ്സേജ് കണ്ടു. ഗ്രീഷ്മ മിസ്സിൻ്റെ അതിനകത്ത് അത് റീഡ് ചെയ്തായിട്ട് കാണിക്കുന്നില്ല പോലും. അപ്പം അങ്ങനെ കാണിക്കാത്തത് കൊണ്ട് ഗ്രീഷ്മ മിസ്സിന് പരിഭവം. പക്ഷെ ഞാൻ കണ്ടതായിരുന്നു. ഇപ്പോഴും ഞാനത് ഓപ്പൺ ആക്കിയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ മറ്റേ നീലറ്റിക്ക് കാണിക്കില്ല. അതെന്തായിരിക്കും എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ തിരിച്ചു തരാം. അപ്പൊ നമ്മള് ശീതളിന്റെ സ്ക്രീനാണ് ഇപ്പൊ കാണുന്നത്. ശീതൾ നേരെ ബ്ലോഗർ എടുത്തേ. ഓക്കെ ബ്ലോഗറിൽ ഇത്രയാണ് കണ്ടന്റ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അല്ലേ? അതിനകത്ത് അടിനകത്തുണ്ട്. ഓക്കെ അപ്പൊ ഇതിനകത്തുള്ള ഒപ്റ്റിമൈസേഷൻ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. തൽക്കാലം അവിടെ പ്രിവ്യൂ എന്നുള്ള ബട്ടൺ കണ്ടോ? അതിന്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞാരോ താഴോട്ടുള്ള ആരോ റൈറ്റ് സൈഡിൽ കണ്ടോ? പബ്ലിഷിന്റെയും പ്രിവ്യൂവിന്റെയും ഇടയ്ക്കായിട്ട് ഒരു കുഞ്ഞാരോ ആദ്യം തന്നെ ആരോ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കാം. ഇതങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്തോ, കുഴപ്പമില്ല, ക്ലോസ് കൊടുത്തു. ഓക്കെ എന്നിട്ട് അവിടെ സേവ് കൊടുത്തു. ഓക്കെ അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സേവ് ആവുന്നുണ്ടാകും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ മാനുവലി കൂടെ സേവ് ചെയ്യണത് നല്ലതായിരിക്കും. നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് സേവ് ആവാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചതൊക്കെ പോകും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ പ്രിവ്യൂവിന്റെ അവിടെയുള്ള ആ കുഞ്ഞാരോ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO പോസ്റ്റ് ആണ്. മുകളിൽ കണ്ടോ? ഏറ്റവും മുകളിൽ ബ്ലോഗർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നിൽക്കുക ഒരു സെക്കൻഡ്. റൈറ്റ് സൈഡിൽ കണ്ടോ? ഇപ്പം പെർമാലിങ്ക്, ലൊക്കേഷൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത്. റൈറ്റ് സൈഡിൽ അവിടെ സെർച്ച് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ബ്ലോഗ് പോസ്റ്റിന് സെർച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകണം. റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ ഈ ബ്ലോഗ് പോസ്റ്റിൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് പോസ്റ്റിന്റെ ടൈറ്റിലായിട്ട് കൊടുത്തേക്കുന്നതാണ് ഇതിന്റെ SEO ടൈറ്റിലായിട്ട് വരിക. അതുപോലെ തന്നെ പേജിന്റെ കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യാനുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓൺ പേജും ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ ചെയ്യാനുണ്ട്. ഇനി ഇപ്പൊ തൽക്കാലം നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് നമ്മളിപ്പോ പഠിച്ച സെർച്ച് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇതിനകത്ത് സെർച്ച് ഡിസ്ക്രിപ്ഷൻ അഥവാ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനാണ് പോണത്. ഓക്കെ ഇവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇനേബിൾ ആയിട്ടില്ല കേട്ടോ. അത് ഇനേബിൾ ആക്കാനാണ് ആദ്യം പോണത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ആദ്യം ചെയ്യേണ്ടത് മുകളിൽ ബ്ലോഗർ എന്ന് പറയുന്ന ആ ബിയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണോ? അവിടെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്താൽ അപ്പൊ ഡാഷ്ബോർഡിലേക്ക് പോകും. കണ്ടോ? ഡാഷ്ബോർഡിൽ എത്തി. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള മെനുവിൽ സെറ്റിംഗ്സ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. താഴോട്ട് വരുമ്പോൾ സെറ്റിംഗ്സ് അവിടെ ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സ് ബട്ടൺ. ഓക്കെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഓൺ ആയി കഴിയുമ്പോൾ നടുക്കുള്ള പോർഷൻ കണ്ടന്റ് കുറച്ച് താഴോട്ട് വരിക. കുറച്ച് താഴോട്ട് വരട്ടെ, പോട്ടെ. താഴോട്ട് വരുമ്പം കുറെ കൂടെ പോകണം. സെർച്ച് ഡിസ്ക്രിപ്ഷൻ ഇനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ. കാണാം മെറ്റാ ടാഗ് കിടക്കണുണ്ടോ? അവിടെ ഇനേബിൾ സെർച്ച് ഡിസ്ക്രിപ്ഷൻ കിടക്കുന്നിടത്ത് ഓൺ ആക്കണം. ഓക്കെ അത് പച്ചയായി. ഇനി പോസ്റ്റ് എടുത്തേ. പോസ്റ്റ് എടുത്തേ. അവിടെ റൈറ്റ് സൈഡിൽ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷൻ പോരാഞ്ഞിട്ട് സെർച്ച് ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടോ? കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യാം. സെർച്ച് ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ സെർച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡ് വന്നിട്ടുണ്ട്. എൻ്റർ സെർച്ച് ഡിസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ ഈ ബ്ലോഗ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ പോസ്റ്റിന് റിലവൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കേണ്ടത്. ഈ ബ്ലോഗ് പോസ്റ്റിനകത്ത് നമ്മൾ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ചിലപ്പം ഇത് ക്യാച്ച് ചെയ്യണ സമയത്ത് തന്നെ എടുത്ത് കാണിച്ചെന്ന് വരണമെന്നില്ല കേട്ടോ. ഗൂഗിളിനകത്ത് കാണിക്കുന്ന സമയത്ത് കാണിക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ രണ്ടാമത് 1-2 പോസ്റ്റൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനൊക്കെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തേക്കുന്നതിന്റെ താഴെ കണ്ടോ ക്യാരക്ടേഴ്സിന്റെ ലിമിറ്റേഷൻ കാണിക്കുന്നുണ്ട്. എത്രയാണ് കാണിക്കുന്നത്? 150 ക്യാരക്ടേഴ്സ് വരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ബ്ലോഗ് പോസ്റ്റ് ആണ്. ഈ ബ്ലോഗ് പോസ്റ്റുകൾക്ക് നമുക്ക് എത്ര മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് എത്ര ക്യാരക്ടേഴ്സ് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 155 അത് പേജിനാണ്.
പേജിന് കൊടുക്കുമ്പോൾ, ഇത് പേജ് അല്ലല്ലോ, ഇത് ബ്ലോഗ് പോസ്റ്റ് ആണ്. 150 50ക്കുള്ളിൽ ലിമിറ്റ് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ബ്ലോഗ് പോസ്റ്റിന് 150ക്കുള്ളിൽ ലിമിറ്റ്, ക്യാരക്ടേഴ്സിന്റെ എണ്ണം, മെറ്റാ ഡിസ്ക്രിപ്ഷന്റെ ക്യാരക്ടേഴ്സിന്റെ എണ്ണം 150ക്കുള്ളിൽ ലിമിറ്റ് ചെയ്യണം എന്ന് പറയാൻ കാരണം, ഇത് പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യുമ്പോൾ അത് പബ്ലിഷ് ചെയ്ത ഡേറ്റ് കൂടെ കാണിക്കും, ഇല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു നല്ല ഡിസ്ക്രിപ്ഷൻ കൊടുത്തേ. അപ്പൊ എന്താണ് കൊടുക്കേണ്ടത്? റീഡ് ബ്ലോഗ് പോസ്റ്റ് ഓൺ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് റീഡ് കൊടുത്തോ. റീഡ് ദിസ് ബ്ലോഗ് പോസ്റ്റ് ഓൺ, റീഡ് ദിസ് ബ്ലോഗ് പോസ്റ്റ് ഓൺ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO. of SEO or search engine optimization കൊടുത്തോ. or space കൊടുത്തിട്ട് or search engine optimization, SEO or search engine optimization. ഇനി ശീതളിന് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കി, കുറച്ചുകൂടെ സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തോളൂ. ഇപ്പൊ എത്ര ക്യാരക്ടേഴ്സ് ആയി? 82. ഓക്കെ, ഇനി സ്പേസ് കൊടുത്തിട്ട് വെരി യൂസ്ഫുൾ പോസ്റ്റ് ഫോർ യൂസ്ഫുൾ ബ്ലോഗ് പോസ്റ്റ് എന്ന് കൊടുത്തോളൂ. ബ്ലോഗ് പോസ്റ്റ്, യൂസ്ഫുൾ ബ്ലോഗ് പോസ്റ്റ് ഫോർ SEO ക്യാപിറ്റൽ കൊടുക്കുക. SEO ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിഗിനേഴ്സ് എന്ന് കൊടുക്കണം. തികയോന്ന് അറിഞ്ഞൂടാ, കൊടുത്തു നോക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിഗിനേഴ്സ്. ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. ഓക്കെ, ഫൈൻ. ഇപ്പൊ 145 കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതാണെന്ന് ഞാൻ പറയണതുള്ളൂ. ഇവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവും ഇംപ്രസീവും ആക്കണം, നല്ലതാണ്. പിന്നെ ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെച്ചോ, ഒരു ആക്ഷൻ വേർഡിൽ തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. മെറ്റാ ഡിസ്ക്രിപ്ഷൻ അത് ഗൂഗിൾ പേജിന് കൊടുക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റിന് കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ പോലെ തന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ എഴുതുമ്പം അതിന് എഴുതുന്ന ഡിസ്ക്രിപ്ഷനും ഒരു ആക്ഷൻ വേർഡിൽ തന്നെ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. താൻ ഇനി ഒരു കാര്യം ചെയ്തോളൂ, ChatGPT ഉപയോഗിക്കാറുണ്ടോ? ഫോണിൽ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു പുതിയ ടാബ് എടുത്തേ, ChatGPTയുടെ വെബ്സൈറ്റ് എടുത്തേ, ChatGPT എടുത്തേ. ഓപ്പൺ ആക്കിയ സൈറ്റ്. അവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ജനറേറ്റ് എ SEO അല്ലെങ്കിൽ സെർച്ച് ഡിസ്ക്രിപ്ഷൻ ഫോർ, ജനറേറ്റ് എ സെർച്ച് ഡിസ്ക്രിപ്ഷൻ ഫോർ a blog post on history and evolution of SEO. നമ്മൾ പ്രോംപ്റ്റ് ചെയ്യണം. അത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോംപ്റ്റ് ചെയ്യണത്. നമുക്ക് അവിടെ കിട്ടുന്ന ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ സാമ്പിൾ നോക്കാം. മിക്കവാറും ഇവിടെ കിട്ടുന്ന 99% ഇവിടെ കിട്ടുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒരു ആക്ഷൻ വേർഡിൽ തുടങ്ങുന്നതായിരിക്കും. ഇനി എൻ്റർ കൊടുത്തേ. കണ്ടോ, 2-3 ഓപ്ഷനുകൾ വരുന്നുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ വായിച്ചു നോക്കിയേ, എക്സ്പ്ലോർ ദ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ. കണ്ടോ, എക്സ്പ്ലോർ അതൊരു ആക്ഷൻ വേർഡാണ്. രണ്ടാമത്തെ ഡിസ്ക്രിപ്ഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഡിസ്കവർ ഹൗ സെർച്ച് ഹാസ് ഇവോൾവ്ഡ്, ഇല്ലേ, ഓവർ ടൈം. കണ്ടോ, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആണ് എഴുതിയത്. അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാനോ, കുറച്ചുകൂടെ അട്രാക്റ്റീവോ ഇംപ്രസീവ് ആക്കാനോ, കുറച്ചുകൂടെ ക്വാളിറ്റി വൈസ് ആക്കാനോ ഒക്കെ നമുക്ക് ChatGPT പോലെയുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് ഇതുപോലെ ഡിസ്ക്രിപ്ഷൻസ് ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 2-3 ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കണം. കണ്ടോ, ഒന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയേ, എക്സ്പ്ലോർ ദി ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO
ഫ്രം ഏർലി സെർച്ച് എഞ്ചിൻ ടു മോഡേൺ ആൽഗോരിതംസ് ഇല്ലേ? നമുക്ക് ഇത് തന്നെ ഇതേപടി തന്നെ കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ബ്ലോഗില്? കൊടുക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ കൊടുക്കുന്ന മെറ്റാഡിസ്ക്രിപ്ഷൻ നമ്മളുടെ പോസ്റ്റിന് അനുസൃതമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ മെറ്റാഡിസ്ക്രിപ്ഷനായിട്ട് ജനറേറ്റ് ചെയ്ത സംഗതി നമ്മളെ പോസ്റ്റിന് അനുയോജ്യമാണോ എന്ന് നോക്കണം. അത് ലോജിക്കലിയാണ് നോക്കേണ്ടത്. അത് ഒരിക്കലും മാച്ച് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. എന്നാൽ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പേജ് ആണെങ്കിൽ പേജിന്റെ URL എടുത്തിട്ട് ചിലപ്പോൾ ChatGPT അടിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം ഇത് ആൾറെഡി പബ്ലിഷ് ചെയ്തൊരു പോസ്റ്റ് ആണെന്ന് വെച്ചോ, ആ പോസ്റ്റിന് മെറ്റാഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ ആ പോസ്റ്റിന്റെ URL എടുത്തിട്ട് ജനറേറ്റ് എ മെറ്റാഡിസ്ക്രിപ്ഷൻ ഫോർ ദീസ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റിന്റെ URL കൊടുത്താൽ ഒരു 95% അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റാഡിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്ത് തരാൻ ChatGPTക്ക് സാധിക്കും. ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന മെറ്റാഡിസ്ക്രിപ്ഷൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അവിടെ ലോജിക്കലി നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റ് ആ ഒന്നാമത്തെ മെറ്റാഡിസ്ക്രിപ്ഷൻ നോക്കി അതിന് അനുയോജ്യമാണോ? അവിടെ നമ്മൾ മോഡേൺ ആൽഗോരിതം അങ്ങനെയുള്ള സാധനങ്ങൾ ഡ്രിവൺ ആയിട്ടുള്ള സെർച്ച് എഞ്ചിനാക്കി മാറ്റിയതും അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പം അവിടെ അത് പറയുന്നില്ല. അപ്പം അത് ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല ഒന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത്. എല്ലാത്തിനും അത് പവേർഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ഒന്നും, അതായത് പവേർഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കി അതിനെ വേറൊരു രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, നമ്മളെ ബ്ലോഗ് പോസ്റ്റിനകത്ത് പോയി ഗൂഗിള് ഇവോൾവ് ചെയ്ത് ഇപ്പൊ പവേർഡ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിനാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ 2010 വരെയുള്ള ഇവല്യൂഷണറി പീരീഡ് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. 2010 ഇത് ഒന്നും ഉപയോഗിച്ച് തുടങ്ങിയില്ല. ഗൂഗിൾ ഉപയോഗിച്ച് തുടങ്ങിയത്, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനകത്ത് ഉപയോഗിച്ച് തുടങ്ങിയത് 2015-ലാണ്. അത് നമ്മൾ ആൽഗോരിതം അപ്ഡേറ്റിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തി കൂടിയാണ് നമ്മളെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ റെഡിയാക്കിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പവേർഡ് ആയിട്ടുള്ള രീതിയിൽ മാറ്റിയ കാര്യം പറയാം. ഇനി മൂന്നാമത്തെ ഡിസ്കഷൻ നോക്കിയേ, കംപ്ലീറ്റ് ഓവർവ്യൂ ഓഫ് ഹിസ്റ്ററി ഓഫ് SEO, ഹൈലൈറ്റ്സ് മേജർ ആൽഗോരിതം അപ്ഡേറ്റ്സ്, ട്രെൻഡ്സ്, ഹൗ സെർച്ച് ഒപ്റ്റിമൈസേഷൻ ഹാസ് ഇവോൾവ്ഡ് ഓവർ ദ ഇയേഴ്സ്. അത് വലിയ കുഴപ്പമില്ല. കാരണം വലിയ കുഴപ്പമില്ലെന്ന് പറയാൻ കാരണം അതിനകത്ത് ആൽഗോരിതം അപ്ഡേറ്റ്സിനെ പറ്റി എടുത്തു പറയുന്നില്ല. ശരിക്കും നമ്മൾ ഇനി പഠിക്കുന്ന ആൽഗോരിതം അപ്ഡേറ്റ്സ് കൂടെ ചേരുമ്പോൾ മാത്രമേ ഫുൾ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നമ്മളത് വലിയ ടോപ്പിക് ആവും എന്നുള്ളത് കൊണ്ടാണ് അത് 2010 വരെ നിർത്തിയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മേജർ ചേഞ്ച് മോഡിഫിക്കേഷൻ ഇവല്യൂഷൻ ഹെൽഡ് ഡ്യൂറിങ് 2003 to അല്ലെങ്കിൽ 2002 2010 എന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതാം. അപ്പൊ ഇവിടെ മൂന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ ഇല്ലേ, കണ്ടോ, ഹൈലൈറ്റിംഗ് മേജർ ആൽഗോരിതം അപ്ഡേറ്റ്സ്, ട്രെൻഡ്സ് ആൻഡ് ഹൗ ഒപ്റ്റിമൈസേഷൻ ഇവോൾവ്ഡ് ഓവർ ദി ഇയേഴ്സ് എന്നുള്ളിടത്ത് ഹൗ സെർച്ച് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ഇവോൾവ്ഡ് ഫ്രം 2000 to 2010 എന്ന് സ്പെസിഫിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിട്ട് അത് മാറി മൂന്നാമത്തത്. ഇപ്പൊ ഈ മൂന്നാമത് കിടക്കുന്ന അങ്ങനെ തന്നെ ഉപയോഗിച്ചാലും വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആൽഗോരിതത്തിനെ പറ്റി എടുത്തു പറയാത്തത് കൊണ്ടാണ് അവിടെ ഞാൻ അത്ര ഇതല്ലാന്ന് പറഞ്ഞു. ഇനി നാലാമത്തെ നോക്കിയൊക്കെ ലേൺ, അതും ആക്ഷൻ വേർഡ് തന്നെയാണ്. ഇതിനകത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ആക്ഷൻ വേർഡ് തുടങ്ങാത്തത് ഇല്ലേ, കംപ്ലീറ്റ് ഓവർവ്യൂ എന്നുള്ളത് മാത്രം. നാലാമത്തത് ലേൺ ദി എവല്യൂഷൻ ഓഫ് SEO, കീ മൈൽസ്റ്റോൺസ് ആൻഡ് ഹൗ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചേഞ്ച് ഫ്രം ബേസിക് ടാക്ടിക്സ് ടു അഡ്വാൻസ്ഡ് യൂസർ ഫസ്റ്റ് സ്ട്രാറ്റജീസ് ഇല്ലേ, യൂസർ ഫസ്റ്റ് സ്ട്രാറ്റജീസ്. അവിടെ വലിയ കുഴപ്പമില്ല. പക്ഷെ അവസാനം വേണമെങ്കിൽ ചേഞ്ച് ഫ്രം 2000 to 2010 അല്ലെങ്കിൽ ചേഞ്ച് ഡ്യൂറിങ് ദി പീരീഡ് 2000 to 2010 എന്ന് സ്പെസിഫിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലോഗ് പോസ്റ്റിന്റെ കണ്ടന്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിട്ട് മാറി. അപ്പം കുറച്ച് ക്ലാരിറ്റി കിട്ടിയോ? ഈ ChatGPTയുടെ ഡിസ്ക്രിപ്ഷൻസ് എടുത്ത് നോക്കിയപ്പം ശീതളിന് കൺഫ്യൂഷൻ കൂടിയോ കുറച്ച് ക്ലാരിറ്റി കിട്ടിയോ? എന്താണ് അഭിപ്രായം? ഇല്ല, ക്ലാരിറ്റി കിട്ടി. ഓക്കെ. അപ്പൊ നമ്മളൊരു തുടക്കക്കാരനാണ്. ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിനെ പറ്റി നമുക്കൊരു മനസ്സിലൊരു ഊഹമൊക്കെ ഉണ്ട്. എന്നാലും ഇത് എങ്ങനെ കൊടുക്കും, നമ്മൾ കൊടുത്താൽ ശരിയാവോ, നമ്മൾ എഴുതിയാൽ ശരിയാവോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ChatGPTക്ക്. ഇതേപോലെ അത് പ്രോംപ്റ്റ് ചെയ്യണത് കൃത്യമായിട്ട് അറിയണം. അപ്പൊ നമ്മളിവിടെ കൊടുത്തതാണ് ജനറേറ്റ് SEO സെർച്ച് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ SEO മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ബ്ലോഗ് പോസ്റ്റ് ആണ്, അങ്ങനെ കൊടുക്കാനൊരു ഇതാക്കണം. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ചുകൂടെ ബെറ്ററാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ, ബെസ്റ്റ് കണ്ടന്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യണം. അപ്പം നമുക്ക്
ഈ SEO, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ AI ടൂളുകൾ ഉപയോഗിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മാറ്റണമെങ്കിൽ ശിവദാലിന് തോന്നുകയാണെങ്കിൽ മാറ്റാം. ഇതിനകത്തു നിന്നുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷൻ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇത് വേറെ ഇതൊന്നും കാണിക്കാനല്ല ഇവിടെ വന്നത്. ChatGPT ജനറേറ്റ് ചെയ്തിരിക്കുന്ന 5-ൽ 3 ഡിസ്ക്രിപ്ഷനും ഒരു ആക്ഷൻ വേർഡിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആക്ഷൻ വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെർച്ച് റിസൾട്ടിനകത്ത് നമ്മളെ ബ്ലോഗ് പോസ്റ്റ് കാണുമ്പോൾ ആ സെർച്ച് ചെയ്യുന്ന ഒരാൾ ക്ലിക്ക് ചെയ്ത് വരാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ് ഒരു വസ്തുത. പിടിയിട്ടോ? പിന്നെ ഗൂഗിൾ ഇപ്പോഴു് സെർച്ച് ഡിസ്ക്രിപ്ഷനൊപ്പം തന്നെ റീഡ് മോർ എന്നുള്ള സാധനം കൂടെ ഇപ്പൊ ചേർത്തിട്ടുണ്ട്. വളരെ റീസെന്റ് ആയിട്ട് വന്ന ചേഞ്ച് ആണ്. ഓരോ പേജിന്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ കാണിക്കേണ്ട എൻഡിൽ റീഡ് മോർ എന്നുള്ള ഓപ്ഷൻ ഇപ്പം വന്നിട്ടുണ്ട്. അത് റീസെന്റ് ആയിട്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞാൻ അത് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഇന്നലെയും ഞാൻ ശ്രദ്ധിക്കാത്തതാണെന്ന് അറിയത്തില്ല. റീഡ് മോർ എന്നുള്ള ഓപ്ഷൻ കൂടെ ഡിസ്ക്രിപ്ഷനൊപ്പം ഗൂഗിളിൻ്റെ അകത്ത് വെറുതെ google.com എടുത്തേ, google.com എന്ന് മുകളിൽ അടിച്ചേ. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തേ. എന്തെങ്കിലും ഹൗ ടു റീച്ച് മൂന്നാർ, അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്തേ. എന്തെങ്കിലും സെർച്ച് ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ള സെർച്ച് ചെയ്തു. ഹൗ ടു ഫ്രം കൊച്ചി, സ്പെസിഫിക് ആയിട്ടുള്ള സെർച്ച് ചെയ്യണം. ഫ്രം കൊച്ചി കൊടുത്തു. ഓക്കെ, താഴോട്ടെടുത്തേ. ഓരോ പേജുകൾ സ്നിപ്പറ്റ് ആയിട്ട് കാണിക്കുന്നതോടൊപ്പം തന്നെ അപ്പം താഴോട്ട് വന്നു. അപ്പൊ തനിക്ക് കണ്ടോ റീഡ് മോർ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ? ഓരോ ഡിസ്ക്രിപ്ഷന്റെ താഴെയായിട്ട് റീഡ് മോർ. അപ്പൊ നിങ്ങൾ ഇന്നലത്തെ മിനിഞ്ഞാത്ത ക്ലാസ്സിനകത്ത് നമ്മൾ സ്നിപ്പറ്റ് എഴുതിയില്ലേ? സ്നിപ്പറ്റിനകത്ത് നമ്മൾ സൈറ്റിന്റെ നെയിം, URL, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഫേവിക്കോൾ, ഇത്രയാണ് എഴുതിയിട്ടുള്ളത്. അതിനൊപ്പം ഒരു പോയിന്റ് കൂടെ എഴുതി ചേർക്കണം, റീഡ് മോർ ബട്ടൺ എന്നും കൂടെ ചേർക്കണം. റീഡ് മോർ ബട്ടൺ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ആദ്യമായിട്ടാണ് റീഡ് മോർ ബട്ടൺ കാണിക്കണത്. അത് ഗൂഗിൾ എന്ന് ചേഞ്ച് ചെയ്ത് എന്ന് അറിയത്തില്ല. ശീതളിന്റെ അഭിപ്രായത്തിൽ ഇന്നലെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തോ എങ്ങനെ ഈ സാധനം കാണിക്കുന്നുണ്ടായിരുന്നു റീഡ് മോർ? ഇന്നലെ സാർ ഒരു സൈറ്റ് എടുത്തില്ലേ, മോസ്, അതിനകത്ത് കണ്ടില്ലായിരുന്നു. അപ്പം അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയോ? ഇന്നലത്തെ ക്ലാസ്സിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിക്കുന്ന വീഡിയോക്കകത്ത് ഏതിനകത്തെങ്കിലും റീഡ് മോർ ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ അറിയാലോ. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് റീഡ് മോർ ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പം ശീതള് ആ മറ്റേ ഇത് എഴുതിക്കുന്നില്ലേ സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ കാണിക്കുമെന്നുള്ളതിനകത്ത് അതിനകത്ത് റീഡ് മോർ ഓപ്ഷൻ കൂടെ ആഡ് ചെയ്തോളൂ. എന്നിട്ട് അവിടെ ബ്രാക്കറ്റിനകത്ത് അതൊരു ന്യൂ ഫീച്ചർ ആണെന്നും കൂടെ എഴുതിക്കോ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഈ SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയക്കകത്ത് അപ് ടു ഡേറ്റ് ആയിരിക്കുക. അപ് ടു ഡേറ്റ് ആവുക എന്നുള്ളത് ഈ സംഭവത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ് ടു ഡേറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലായാലും നമ്മൾ എന്തായി പോകും? ഔട്ടായി പോകും. അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് നമ്മൾ SEO പ്രത്യേകിച്ച് IT ഏരിയക്കകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അപ് ടു ഡേറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ എന്നറിയോ, നമ്മൾ ഔട്ടായി പോണ അറിയാൻ പോലും നമുക്ക് സാധിക്കില്ല. അതായത് നമ്മൾ നിമിഷ നേരം കൊണ്ട് ഔട്ടായി പോകും, ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി പോകും എന്നുള്ളതാണ്. കാരണം നമ്മൾ പഠിച്ചിറങ്ങിയ ആ വർഷവും അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ആ ഒരു ടൈമും നമുക്ക് ശേഷം പഠിച്ചിറങ്ങുന്ന ആൾക്കാരെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, ഉദാഹരണത്തിന് ഇപ്പം ശീതള് ഡിഗ്രി പാസ്സായത് ഏത് വർഷമാണ്? 2019 ശേഷം ഒരു 23-ലോ 24-ലോ ഒക്കെ പഠിച്ചിറങ്ങിയിരിക്കുന്ന ആൾക്കാർ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങളും പഠിച്ചിട്ടും കൂടുതൽ എക്സ്പോഷർ കിട്ടിയിട്ടായിരിക്കും വരിക. ഉദാഹരണത്തിന് നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തൊന്നും ഈ ChatGPT പോലുള്ള സാധനങ്ങൾ ശീതളിനുണ്ടായിരുന്നു? ഇല്ലല്ലോ. 2022 മുതലൊക്കെയാണ് ChatGPT ഉപയോഗത്തിൽ വരുന്നതും 2023-24 ഒക്കെയാണ് ഇത് ഭയങ്കര ഹിറ്റ് ആവുന്നതും 25-ലും ഭയങ്കര ഇതായിട്ട് ChatGPT ഒക്കെ മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു മസ്റ്റ് യൂസ് സംഭവമായി ഈ AI ടൂളുകൾ മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇനി അത് അങ്ങോട്ട് മാറിക്കൊണ്ടേയിരിക്കും. TV-ലൊക്കെ ഒരു സിനിമ കാണുന്ന ഇടയ്ക്ക് ഒരു 10 പ്രാവശ്യമെങ്കിലും ജെമിനിയുടെ പരസ്യം കാണിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാത്ത ബുദ്ധിമുട്ട് എന്താ, നിന്റെ മൊബൈലിൽ ജെമിനി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇത് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ജെമിനി ഉപയോഗിച്ച് എന്ത് വേണം ചെയ്യാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം, പുതിയ സംഗതി ചെയ്യാം, മെയിലിനകത്ത് ഷെഡ്യൂൾ ചെയ്യാം, Gmail-നകത്ത് തന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങളുടെ ബില്ല് അയക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ജെമിനി തരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കണം. ഇനി ഇതിപ്പോ അതിന്റെ ഒരു AI ഉപയോഗത്തിന്റെ ഒരു
ഒരു മിഡിൽ സ്റ്റേജ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് നാരോ ഇൻ്റലിജൻസ് ആണ്. എ കാലഘട്ടത്തിന് 3ആയിട്ട് തിരിക്കാം. ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, പിന്നെ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്. അത് ഇനി വരാൻ പോകുന്ന കാലമാണെന്നാണ് പറയുക. ഇപ്പൊ ഈ ജനറൽ ഇന്റലിജൻസ് കാലഘട്ടത്തിൽ തന്നെ നമുക്ക് AI ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എന്തോരം കാര്യങ്ങളുണ്ടെന്ന് അറിയാം. AI ഉപയോഗിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, ഡിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. അതേപോലെ ഫോട്ടോ അനിമേറ്റ് ചെയ്യുന്നു, വീഡിയോ ഉണ്ടാക്കുന്നു, പിന്നെ AI ഉപയോഗിക്കുന്ന പല ടൂളുകൾ സ്കെഡ്യൂൾ ചെയ്യുന്നു, വർക്ക് ഫ്ലോ അറേഞ്ച് ചെയ്യുന്നു, AI ഏജന്റുകളെ ഉപയോഗിച്ച് പല ആൾക്കാർ ചെയ്യുന്ന വർക്കുകൾ ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ജനറൽ ഇന്റലിജൻസ് കാലഘട്ടത്തിൽ തന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി സൂപ്പർ ഇന്റലിജൻസ് കാലം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ ടൂളുകൾ പര്യാപ്തമായിട്ട് ആർക്കും നെറ്റിൽ ഉപയോഗിക്കാവുന്ന സംഗതികളാണ്. അത് ഉപയോഗിച്ച് അതിനകത്തു നിന്നുള്ള മൂല്യങ്ങളും അതിനകത്ത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, എഫക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള റിസർച്ചും നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2019 പഠിച്ചിറങ്ങിയ ഒരു ഡിഗ്രിക്കാരി 2024-25 പഠിച്ചിറങ്ങുന്ന ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കാളും പുതിയ ടെക്നോളജീസും ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചായിരിക്കും അവർ വരിക. പിടിയിട്ടോ? അങ്ങനെ വരുമ്പം ഭയങ്കര കോമ്പറ്റീഷൻ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞ് പേടിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മളെന്ത് ചെയ്യണം? നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കുക. അപ്പൊ നമ്മൾ ChatGPT പോലുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന 5 ആൾക്കാരുടെ ഇടയിൽ ChatGPT ഉപയോഗിക്കാത്ത ഒരാളായിട്ട് വർക്ക് ചെയ്യുമ്പം നമ്മളുടെ വർക്കിന്റെ റിസൾട്ടും എഫക്റ്റീവ്നെസ്സും അത്ര ഡിഫറൻസ് ഉണ്ടാകും. പിടിയിട്ടോ? അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നാടോടുമ്പം നടുവേ ഓടണം. നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇത് ഉപയോഗപ്പെടുത്താനും എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താനും അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ള സംഗതിയാണ്. അപ്പം ChatGPT പോലുള്ള ടൂളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളുള്ളത് പോലെ തന്നെ സങ്കല്പിക്കാം. മിക്ക ആൾക്കാരും ChatGPT പോലുള്ള AI ടൂളുകളെ ഒരു അസിസ്റ്റന്റിനെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ശീതളിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഹെൽപ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം ശീതൾ തന്നെ വിചാരിക്കുമല്ലോ, ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജോബ് കുറച്ചുകൂടെ എളുപ്പമായേനെ, അല്ലെങ്കിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഗതികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇത്രയും പണിയെടുത്ത് ഉപ്പാടായിരുന്നു, ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വരത്തില്ലേ? അങ്ങനെ ഒരു സഹായത്തിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഏത് വർക്കിനകത്തും നിങ്ങൾക്ക് സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെന്നതായിട്ട് തന്നെ AI കണക്കാക്കുക, AI ടൂളുകളെ കണക്കാക്കുക. അതിന് നമുക്ക് ഇതില്ലേ, ഇപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതിയില്ലേ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, അതിപ്പം ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ എല്ലാരും കൂടെ ഡിസൈഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, അതോ ഒരു ഇല്ല, അങ്ങനെ ഡിസൈഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഒന്നും കമ്പനികളിൽ വരാൻ ചാൻസ് ഇല്ല. അവിടെ നിങ്ങൾക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് റോളുകളായിരിക്കും തരിക. ചിലപ്പോൾ നിങ്ങൾ തുടക്കക്കാരിയായിട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ ജൂനിയർ ആയിട്ടുള്ള ഒരാളായിട്ട് ഒരു ടീമിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ചിലപ്പോൾ ഓഫ് പേജ് വർക്കുകളായിരിക്കും തരിക. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന അവരുടെ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്യുന്ന പോസ്റ്റുകളെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക, ട്വിറ്ററിൽ ഷെയർ ചെയ്യുക, ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യുക, പിന്നെ അതിനകത്ത് കൂടുതൽ ലൈക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഇൻട്രാക്ഷൻ, അവിടെ ആരെങ്കിലും വന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മറുപടി കൊടുക്കുക, അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക, ഡയറക്ടറുകളിൽ സബ്മിറ്റ് ചെയ്യുക, ലിങ്ക്സ് ബിൽഡ് ചെയ്യുക, അതുപോലെയുള്ള ഓഫ് പേജ് വർക്കുകളായിരിക്കും ചിലപ്പോൾ തുടക്കക്കാരികൾക്ക് പൊതുവെ കിട്ടാറുള്ളത്. മനസ്സിലായോ? അപ്പൊ അവിടെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരിൽ കുറച്ച് ആൾക്കാരായിരിക്കും ഓൺ പേജ് ഒക്കെ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നിങ്ങൾ കുറച്ച് നാൾ ഓഫ് പേജ് ചെയ്യുമ്പോൾ ഒരു 3 മാസം 4 മാസമൊക്കെ ഓഫ് പേജ് ചെയ്യുമ്പോൾ ഓൺ പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? ഓൺ പേജിലേക്കുള്ള കുറച്ച് വർക്കുകൾക്ക് നിങ്ങൾ തരും. ആ വർക്കുകൾ ടീമിൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഒരു കമ്പനിയിൽ ഒരാൾ ആണ് SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓഫ് പേജ് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും, ഓൺ പേജ് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും, ഡിസ്ക്രിപ്ഷനൊക്കെ തയ്യാറാക്കുന്നതും ഫൈനലൈസ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ തന്നെയായിരിക്കും. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരാൾ തയ്യാറാക്കുന്ന ഡിസ്ക്രിപ്ഷൻ വേറൊരാൾ ചെക്ക് ചെയ്യണമെന്നില്ല. എന്നാൽ സിറ്റുവേഷൻസ് വരാം. ഒരാളിനെ പുതുതായിട്ട് ഓൺ പേജിലേക്ക് എടുത്തു. ഉദാഹരണത്തിന് ശീതൾ വർക്ക് ചെയ്ത കമ്പനിയിൽ 3 മാസമായിട്ട് നിങ്ങൾ ഓഫ് പേജ് വർക്ക് ചെയ്യണേ, അതിന്റെ ലിങ്ക് ബിൽഡിങ്, സോഷ്യൽ മീഡിയ ഷെയറിംഗ് പോലുള്ള വർക്കുകളാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളെ 3 മാസം കഴിഞ്ഞപ്പോൾ ഓൺ പേജിന്റെ ചില വർക്കുകളെ നിങ്ങളെ ടീം ലീഡർ ഏൽപ്പിച്ചു. ഓക്കെ, ശീതളിനെ ഓൺ പേജ് ചെയ്യാനുള്ള കുറച്ച് വർക്കുകൾ ഏൽപ്പിച്ചു. അന്നേരം ചിലപ്പോൾ നിങ്ങൾ ഓൺ പേജ് ചെയ്ത് ഡ്രാഫ്റ്റ് ആക്കി സേവ് ചെയ്താൽ മതി, ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം അത് പബ്ലിഷ് ചെയ്താൽ മതി എന്ന് ടീം ലീഡർ പറയുന്നുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ നിങ്ങൾ എഴുതുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ വേറൊരാൾ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളൂ.
എന്നാൽ ശീതള തയ്യാറാക്കിയ ഡിസ്ക്രിപ്ഷൻ പുള്ളി നോക്കിയിട്ട് ടീം ലീഡർ പറഞ്ഞു ഇത് കുറച്ചുകൂടെ നന്നാക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു കീവേഡ് കൂടെ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഡിസ്ക്രിപ്ഷൻ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വർക്കുകളോ അങ്ങനെ എന്തെങ്കിലും സജഷനോ അവർ നോക്കിയിട്ട് പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പം അങ്ങനെ ചെയ്യുന്നു. അപ്പം പറയുന്നുണ്ടാവും ഇനി നിങ്ങൾ അങ്ങനെ ഇനി നിങ്ങൾ അടുത്തെഴുതുന്ന പേജുകളിലൊക്കെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ കേട്ടോ, ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം നിങ്ങൾ ഒന്ന് രണ്ടെണ്ണത്തിനകത്ത് മോഡിഫിക്കേഷൻ ടീം ലീഡർ പറഞ്ഞല്ലോ. ഓക്കെ, ഒരു പറഞ്ഞ മോഡിഫിക്കേഷൻ ഇതാണ്, ഈ സെന്റൻസിന് 2 3 ഇത് നീളം കൂടിപ്പോയി, അതുകൊണ്ട് 2 സെന്റൻസ് ആയിട്ട് മാറ്റി എഴുതണം, സിമ്പിൾ സെന്റൻസ് ആക്കി. അപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? മറ്റേ നീളം കൂട്ടി എഴുതാൻ പാടില്ല, അതിന് സിമ്പിൾ സെന്റൻസ്. അടുത്ത ഒരു ആവശ്യം പറഞ്ഞത്, ഈ പേജിനെ എഴുതുമ്പോൾ ഇതിനകത്ത് ഇന്ന കീവേഡുകൾ ചേർക്കണം. ഈ പേജ് SEO പാക്കേജിനെ പറ്റിയുള്ള പേജാണ്, അതുകൊണ്ട് SEO പാക്കേജ് എന്നുള്ള വാക്ക് ചേർത്ത് വരണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കൂടെ കിട്ടി. അങ്ങനെ 1-2 നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടെന്നുള്ള ഐഡിയ കിട്ടും. അങ്ങനെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടീം ലീഡർ എന്ത് പറയും? ഓക്കെ, നിങ്ങൾ ഇനി ഡ്രാഫ്റ്റ് സേവ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? പബ്ലിഷ് ചെയ്തോ എന്ന് പറയും. പിടികിട്ടിയോ? അങ്ങനെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യുക. അല്ലാതെ ഒരു വെബ്സൈറ്റിന് വേണ്ടി 5 പേര് ചെയ്യുമ്പം മറ്റേ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കി 5 പേര് ചെയ്യുന്നതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ എടുത്ത് ചെയ്യണമെന്നും ഇനി നടക്കണ കാര്യമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയിലോട്ടൊന്നും പോകാൻ ചാൻസ് ഇല്ല. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ഓൺ പേജ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പുള്ള സീനിയറോ ടീം ലീഡറോ പ്രോജക്ട് മാനേജറോ ഒന്ന് ചെക്ക് ചെയ്തെന്നിരിക്കും. ചെക്ക് ചെയ്ത് 1-2 ഗൈഡ് ലൈൻസ് നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യവും അങ്ങനെ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് വരും? അവർക്ക് തലയിരിപ്പ് വരും. ഇപ്പൊ ഞാനാണ് ടീം ലീഡർ, എൻ്റെ ടീമിലുള്ള ഒരാളിൻ്റെ അടുത്ത് ഞാൻ ഇന്ന സജഷൻസ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്നിട്ട് പറഞ്ഞ എന്താണ്, ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മറ്റേ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ഇത്ര ക്യാരക്ടേഴ്സ് കൊടുക്കാൻ പാടുള്ളൂ, സിമ്പിൾ സെന്റൻസ് ആക്കിയാൽ മതി, കീവേഡ് ഉൾപ്പെടുത്തി ഇങ്ങനെ എഴുതണം, കുറച്ചുകൂടെ സിമ്പിൾ ആക്കണം, നിങ്ങൾ സെന്റൻസ് കുറച്ചുകൂടെ കടുകട്ടിയാവുന്നുണ്ട്, കുറച്ചുകൂടെ സിമ്പിൾ ആക്കണം, അല്ലെങ്കിൽ ആക്ഷൻ വേർഡിൽ തന്നെ തുടങ്ങണം. അങ്ങനെ 1-2 സജഷൻസ് പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു? ഓക്കെ ശീതളെ, ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ, ഇനി അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം, എനിക്ക് എപ്പോഴും നോക്കാൻ പറ്റത്തില്ല, അങ്ങനെ എന്തെങ്കിലും പറയണ്ട. എന്നാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പബ്ലിഷ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ എപ്പോഴും റാൻഡം ചെക്ക് ചെയ്തപ്പോഴാണ് അയ്യോ മറ്റേ ഡിസ്ക്രിപ്ഷൻ തീരെ പോരാ, ഉണ്ടായിരുന്ന റാങ്കിങ് താഴോട്ട് പോയി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് എന്ത് താഴോട്ട് പോയേ? അതിന്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കതിനകത്ത് എറർ വന്നു, മിസ്റ്റേക്ക് വന്നു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടേഴ്സിന്റെ എണ്ണം കൂടിപ്പോയി. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അവിടെ ടീം ലീഡർ ഡിഫക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിമെറിറ്റ്സ് ആഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ടീമിലുള്ള ശീതളിന് ഡിമെറിറ്റ് വന്നു. അങ്ങനെ ചില കമ്പനികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡിമെറിറ്റ്സ് ആഡ് ചെയ്ത് കൂടുതൽ ഡിമെറിറ്റ്സ് ആയി കഴിഞ്ഞാൽ അവരെ പ്രൊമോഷൻ വൈകാം, അപ്രൈസിൽ കിട്ടത്തില്ല, പിന്നെ ചില പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. പിന്നെ ഒരു പുള്ളിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊബേഷന്റെ ഒരു റെക്കമെൻഡേഷൻ വരുന്ന സമയത്ത് ടീം ലീഡർ എന്ന് പറയും ഓക്കെ ഇവർക്ക് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാം, കാരണം അവർ ഒന്നും റെഡിയായി വന്നിട്ടില്ല, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പോരാ, അങ്ങനെയൊക്കെ വരും. പിടികിട്ടോ? അത് എല്ലായിടത്തും സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഗതിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ചെയ്യണത് ഇന്ന രീതിയിലാണ് പുള്ളി മാറ്റാൻ വേണ്ടി പറഞ്ഞത്, അതിന്റെ കാരണം ഇതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ഇതായിട്ട് അറിവായിട്ടും നമുക്ക് ഇനി അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇതായിട്ടും എടുക്കണം. അങ്ങനെയാണ് അത് മുമ്പോട്ട് പോകുക. അങ്ങനെ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല, നമുക്ക് എഫക്റ്റീവായിട്ട് നല്ല റിസൾട്ട് കിട്ടാനും ഒക്കെ സാധ്യതയുണ്ടാവും. ഓക്കെ, തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ നമ്മൾ മെറ്റാ ഡിസിഷൻ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പ്രാവർത്തികമാക്കാനുള്ളത്. ഏകദേശം മെറ്റാ ഡിസിഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് വേറൊരു മെറ്റാറ്റാക്ക്, റോബോട്ട്സ് മെറ്റാറ്റാക്കിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. നമുക്ക് നാളത്തെ ക്ലാസ് എടുത്താലോ? ഇത് സേവ് ചെയ്യട്ടെ? ഇത് സേവ് ചെയ്തു സേവ് കൊടുത്തിട്ട് നമുക്ക് നാളത്തെ റോബോട്ട്സ് മെറ്റാറ്റാക്കിനെ പറ്റി പറഞ്ഞിട്ട് ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യണതും പേജിനകത്തുള്ള കണ്ടന്റ് ഒപ്റ്റിമൈസേഷനൊക്കെ പറയാനുണ്ട്. അത് നമുക്ക് നാളത്തെ ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് 10:30 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മുഫീദയുടെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ബൈ. ഓക്കെ ബൈ. ശരി.